നമസ്കാരം. നീൽ ഫ്ലെമിങ്ങിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതിൽ മാർക്കിന് വല്ലാത്തൊരു വിഷമമുണ്ട്. പല ശൈലിയിലും നീൽ ഫ്ലെമിങ്ങിനെ കോണ്ടാക്ട് ചെയ്യാൻ മാർക്ക് ശ്രമിച്ചെങ്കിലും മാർക്കിന് നീലിനെ കിട്ടുന്നില്ല. എന്തായാലും നീൽ വരുമ്പോൾ വരട്ടെ എന്ന് കരുതി മാർക്ക് വരുന്ന ആഴ്ചയിൽ നടക്കാൻ പോകുന്ന മെഡിസിനൽ കോൺഫറൻസിൽ ഉൽപ്പാദിപ്പിക്കേണ്ട മരുന്ന് ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കാനുള്ള വിധം ഇപ്പോൾ മാർക്കിന് അറിയാം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മരുന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ ലക്ഷ്യം. അമൂല്യമായ മരുന്നായിരിക്കണം, മറ്റ് ആളുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ശരിക്കും ഒരു പടി മുന്നിലായിരിക്കുകയും വേണം. അതേ സമയത്ത് ആ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് തൻ്റെ കയ്യിലുള്ള ആ ഫ്ലെയിം ഉപയോഗിച്ചായിരിക്കുകയും വേണം. അതാണ് മാർക്കിന്റെ ടാർഗറ്റ്. സാധാരണഗതിയിൽ മരുന്ന് ഉണ്ടാക്കാനായി ഫർണസ് ചൂടാക്കാൻ ഏത് ശൈലിയിലുമുള്ള തീ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. മാർക്ക് പക്ഷേ സ്പിരിച്വൽ എനർജി കൊണ്ടുള്ള ഫ്ലെയിം ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഒരു വല്ലാത്ത പവറാണ്. മിനിറ്റുകൾ കൊണ്ട് ഒരു ബോഡിയെ ഇല്ലാതാക്കാൻ കപ്പാസിറ്റിയുള്ള ആ ഫ്ലെയിമിന്റെ ശക്തി മാർക്കിന് സ്വയം ബോധ്യമുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മാർക്ക് അവൻ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന ചെടികളെ ഉപയോഗിച്ച് മരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഫ്ലെയിം ആ ചെടികളിലേക്ക് കൊടുക്കുന്ന സമയത്ത് ചെടികൾ മിക്കവാറും കത്തിപ്പോവുകയാണ് പതിവ്. മാർക്കിനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും കോൺസെൻട്രേഷൻ വേണ്ട ഒരു പരിപാടിയാണ് ആ സ്പിരിച്വൽ ഫ്ലെയിം ഉപയോഗിച്ചുള്ള തീ കത്തിക്കൽ എന്ന് പറയുന്നത്. ഒരു ബോഡി കത്തിക്കാനാണെങ്കിൽ എങ്ങനെ കത്തിയാലും കുഴപ്പമില്ലാത്തതുകൊണ്ട് കൈ അങ്ങ് പിടിച്ചാൽ മതി. പക്ഷേ മരുന്നുണ്ടാക്കുമ്പോൾ ആ ചെറിയ പാത്രത്തിനുള്ളിലേക്ക് നിശ്ചിത അളവിൽ മാത്രമേ തീ വീഴാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ തീ വീണാൽ ചെടികൾ കരിഞ്ഞു പോകും, മരുന്ന് കിട്ടത്തുമില്ല. അടുത്ത 2 ദിവസവും മാർക്ക് പൂർണ്ണമായിട്ടും ആ മരുന്നുണ്ടാക്കുന്ന പ്രക്രിയയിൽ തന്നെ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മാർക്ക് അനവധി കൾട്ടിവേഷൻ ടെക്നിക്കുകളും ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. കൾട്ടിവേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ബോഡി ബിൽഡിങ്ങുമായി കണക്റ്റഡ് ആണ്. സ്പിരിച്വൽ എനർജി റിഫൈനിങ് സ്റ്റേജിൽ നിന്ന് സ്പിരിച്വൽ എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിലേക്ക് മാർക്ക് കടന്നിരിക്കുന്നത് കൾട്ടിവേഷൻ ടെക്നിക്കിലൂടെയാണ്. കൾട്ടിവേഷൻ ടെക്നിക്ക് അത് മാത്രമല്ല, വേറെയും ഒരുപാടെണ്ണം ഉണ്ടെന്ന് മാർക്ക് അവന്റെ ലൈബ്രറി പരതിയപ്പോഴാണ് കാണുന്നത്. പല ടെക്നിക്കുകളും വല്ലാതെ അമ്പരപ്പിക്കുന്നതാണ്. സ്പിരിച്വൽ എനർജി റിഫൈനിങ് പഠിക്കുന്ന ആ സ്റ്റേജുകൾ, റിഫൈനിങ് സ്റ്റേജുകൾ നിൽക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അനവധി കൾട്ടിവേഷൻ ടെക്നിക്കുകളുണ്ട്. നെക്സ്റ്റ് ലെവലിലേക്ക്, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിലേക്ക് കടന്നാൽ ഒരാൾക്ക് വേറെ കുറെ കൾട്ടിവേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. ഒരാളുടെ കപ്പാസിറ്റി ഉയരുന്നതിനനുസരിച്ച് മാത്രമേ കൾട്ടിവേഷൻ ടെക്നിക്കുകൾ അയാൾക്ക് സ്വയത്തമാകത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി അയാളുടെ ബോഡിക്ക് ഉണ്ടാകത്തുള്ളൂ. ആ കാര്യങ്ങളൊക്കെയാണ് 2 ദിവസം കൊണ്ട് മാർക്ക് പഠിച്ചെടുത്തത്. നീലിനെ കാണാതായി 3 ദിവസം മാർക്ക് നീലിനെ തിരക്കി നഗരത്തിലോട്ട് ഇറങ്ങി. ശരിക്കും മിഡിൽ സിറ്റി ഒരു ചെറിയ സിറ്റിയാണ്. 1 മണിക്കൂർ കൊണ്ട് കാറിൽ കറങ്ങിത്തീരാവുന്ന സ്ഥലങ്ങളെ മിഡിൽ സിറ്റിക്ക് അകത്തുള്ളൂ. അതറിയാവുന്ന മാർക്ക് അവന്റെ പുതിയ കാറിൽ നീലിനെ തിരക്കി ഒന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ മാർക്ക് തിരക്കുള്ള ഓരോ സ്ഥലങ്ങളിലും വാഹനം നിർത്തി അവിടേക്ക് നീലിനെ നോക്കുകയാണ്. അങ്ങനെ നോക്കി വരുമ്പോഴാണ് ഒരു സ്ഥലത്ത് കുറെ ആളുകൾ ക്യൂ ആയി നിൽക്കുന്നത് മാർക്കിന് ശ്രദ്ധയപ്പെട്ടത്. ആ ക്യൂ കണ്ടതും മാർക്ക് വാഹനം റോഡ് സൈഡിൽ പാർക്കിംഗ് ലോട്ടിൽ ഒതുക്കിയിട്ടതിന് ശേഷം ആ ക്യൂ കണ്ട ഭാഗത്തേക്ക് വന്നു. അത് യഥാർത്ഥത്തിൽ ഒരു ഹോസ്പിറ്റലാണ്. മിഡിൽ സിറ്റിയിലെ ഒരു ട്രഡീഷണൽ ഹോസ്പിറ്റലാണ് അത്. അവിടെ ട്രഡീഷണൽ രീതിയിൽ ചികിത്സിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമാണ് ചികിത്സയ്ക്കായി വരിക. പാരമ്പര്യ വൈദ്യന്മാരുടെ ഒരു ഹോസ്പിറ്റലാണെന്ന് അർത്ഥം. മാർക്ക് ആ ഹോസ്പിറ്റലിനകത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു വലിയ ക്യൂ ആണ് കാണുന്നത്. ആ ക്യൂ എന്താണെന്ന് മാർക്ക് തിരക്കിയപ്പോൾ ക്യൂവിലുള്ള ഒരാള് മാർക്കിനോട് കാര്യം പറഞ്ഞു. പ്രൊവിൻഷ്യൽ ക്യാപിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ സഹീർ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് ആളുകൾ ക്യൂ നിൽക്കുന്നത്. അങ്ങനെ ആ ആള് പറഞ്ഞതും മാർക്കും കൂടി ക്യൂവിലങ്ങ് നിന്നു. ഡോക്ടർ സഹീറിന്റെ ചികിത്സാ രീതി എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയാണ് മാർക്ക് അവിടേക്ക് നിന്നത്. യഥാർത്ഥത്തിൽ നീലിനെ തിരക്കിയാണ് മാർക്ക് ഇറങ്ങിയതെങ്കിലും മാർക്ക് അവസാനം എത്തി നിന്നത് ആ ക്യൂവിലാണ്. മാർക്ക് നിൽക്കുന്ന ക്യൂ സാവധാനം മുന്നോട്ട് നീങ്ങുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറായപ്പോൾ മാർക്കിന് ആ പരിശോധിക്കുന്ന ഡോക്ടറെ കാണാം. ഏകദേശം ഒരു 55-60 വയസ്സിനകത്ത് പ്രായമുള്ള ഒരാളാണ് ആ ഡോക്ടർ. അയാള് വളരെ ശാന്തമായാണ് ആളുകളെ പരിശോധിക്കുന്നത്. ഈ ഡോക്ടർ കൊള്ളാമല്ലോ എന്ന് മാർക്ക് മനസ്സിൽ വിചാരിക്കുമ്പോഴാണ് മാർക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഡോക്ടറെ അടുത്തേക്ക് വരുന്ന ആളുകളൊക്കെയും ഡോക്ടർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട്.
ആ കൊടുക്കുന്നത് പണമോ അല്ലെങ്കിൽ സാധനങ്ങളോ ആണ്. ആ പണവും സാധനങ്ങളും വാങ്ങാനായിട്ട് ഡോക്ടറുടെ അടുത്ത് ഒരു സഹായിയുമുണ്ട്. പണത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഡോക്ടറുടെ മുഖത്ത് വരുന്ന പുഞ്ചിരിക്കും വ്യത്യാസമുണ്ടെന്ന് മാർക്ക് ഇതിനിടയിൽ കണ്ടുപിടിച്ചു. പണത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്ന സമയം കൂടുകയാണ്. കൂടുതൽ പണം കൊടുക്കുന്ന ആളെ ഡോക്ടർ കാര്യമായി നോക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ഈ ഡോക്ടർ എന്താ അങ്ങനെ ഒരു ചിന്ത മാർക്കിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ മാർക്ക് ഏകദേശം മുന്നിലെത്താറായി. മാർക്കിന് മുന്നിലുള്ളത് ഒരു സ്ത്രീയും അവരുടെ കുഞ്ഞുമാണ്. ആ കുഞ്ഞിനെ അവർ കയ്യിലെടുത്തിരിക്കുകയാണ്. ആ കുഞ്ഞിനെ കാണിക്കാനാണ് അവർ ആ ഡോക്ടറെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഡോക്ടർ മുന്നിൽ ആ സ്ത്രീ എത്തിയതും ഡോക്ടർ ആ സ്ത്രീയെ നോക്കി. ഉടൻ ആ സ്ത്രീ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ മോക്ക് നല്ല പനിയുണ്ട്, ഡോക്ടർ ഒന്ന് നോക്കണം. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞപ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞു, ഓക്കെ ഞാൻ നോക്കാം, പക്ഷേ എൻ്റെ പ്രതിഫലം? ഡോക്ടർ എൻ്റെ കയ്യിൽ തൽക്കാലം ഒന്നുമില്ല, ഞാൻ അങ്ങ് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും എത്തിക്കാം. അതൊന്നും പറ്റത്തില്ല, പരിശോധിക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രതിഫലം കിട്ടണം. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞപ്പോൾ മാർക്കിന് ശരിക്കൊരു അതിശയം തോന്നുകയാണ്. കാരണം മാർക്ക് ക്യൂവിൽ നിൽക്കുമ്പോൾ അവിടെ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ബാനർ കാണുന്നുണ്ട്. പ്രൊവിൻഷ്യൽ ക്യാപിറ്റലിലെ ഡോക്ടർ സഹീർ സൗജന്യമായി രോഗികളെ പരിശോധിക്കുന്നു എന്നാണ് അവിടെ ആ ബാനറിൽ എഴുതിയിരിക്കുന്നത്. ആ ബാനറിൽ അങ്ങനെ എഴുതിയിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഇതാ രോഗികളോട് പണം നേരിട്ട് ചോദിക്കുകയാണ്. ഈ ഡോക്ടർ എന്താ ഇങ്ങനെ എന്ന് മാർക്ക് മനസ്സിലാലോചിക്കുമ്പോഴേക്കും ഒരു തടിയൻ പെട്ടെന്നാണ് മാർക്കിനെ കവർ ചെയ്ത് ആ സ്ത്രീയുടെ മുന്നിലേക്ക് വന്നത്. ഡോക്ടർ പണം ചോദിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ സ്ത്രീ അവരുടെ ബാഗ് തുറന്ന് അവരുടെ കൈവശമുള്ള പണമൊക്കെ ഒന്ന് എണ്ണി നോക്കുന്ന സമയത്താണ് അവരുടെ മുന്നിലേക്ക് ഒരാൾ കയറി വന്നത്. ക്യൂവിൽ നിൽക്കാതെയാണ് അയാൾ വന്നത്. അയാളെ കണ്ടതും ഡോക്ടർ സഹീർ ചിരിച്ചു. ഹലോ ഗോൺസാൽവസ്, എന്താ ഇങ്ങോട്ടേക്ക് വന്നത്? ഡോക്ടർ ഒന്ന് കാണാനായിട്ട് ഞാൻ വന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഡോക്ടറുടെ മുന്നിലെ കസേരയിൽ അങ്ങ് ഇരിക്കാൻ തുടങ്ങി. ശരിക്കും ആ കസേരയിൽ ഇരിക്കേണ്ടത് ആ സ്ത്രീയാണ്. ആ സ്ത്രീക്ക് കസേരയിൽ ഇരിക്കണമെങ്കിൽ സ്ത്രീ ഡോക്ടർക്ക് കാശ് കൊടുക്കണം. അവർ ആ കാശ് എടുക്കാനായി അവിടെ ബാഗിനകത്ത് പരതുമ്പോഴാണ് ആ തടിച്ച മനുഷ്യൻ ആ കസേരയിലേക്ക് ഇരിക്കുന്നത്. കസേരയിലേക്ക് ഇരുന്ന ഗോൺസാൽവസ് ഒരു കെട്ട് നോട്ട് മേശപ്പുറത്തേക്ക് വെക്കുകയും ചെയ്തു. ശരിക്കും പ്രഗത്ഭനായ ഡോക്ടറാണ് ഡോക്ടർ സഹീർ എന്ന് ഗോൺസാൽവസിന്റെ ആ ആക്ഷൻ വിളിച്ചു പറയുന്നുണ്ട്. ശരിക്കും ധാരാളം ഹോസ്പിറ്റൽ ഇതല്ലാതെയും ആ മിഡിൽ സിറ്റിയിലുണ്ട്. ആധുനിക മരുന്നുമായി ബന്ധിപ്പിച്ച് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലും പാരമ്പര്യ മരുന്നുമായി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അവിടെയൊന്നും പോകാതെ ആളുകൾ ഡോക്ടർ സഹീറിന്റെ ആ മെഡിക്കൽ ക്യാമ്പിലേക്ക് വരണമെങ്കിൽ ഡോക്ടർ സഹീറിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഡോക്ടർ സഹീറിനോടായി ഗോൺസാൽവസ് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഒരു പെയിൻ കാലിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ അനവധി ആളുകളെ കാണിച്ചെങ്കിലും ആ പെയിൻ അങ്ങോട്ട് മാറുന്നില്ല. അത്രയും ഗോൺസാൽവസ് പറഞ്ഞതും തൊട്ട് പുറകെ നിൽക്കുകയായിരുന്ന മാർക്ക് അയാളെ ഒന്ന് പിടിച്ച് ഗണിപ്പിച്ചു. ശരിക്കും ഗോൺസാൽവസിന്റെ ചോദ്യത്തിന് ഡോക്ടർ സഹീർ മറുപടി പറയാനായിട്ട് പോകുമ്പോഴാണ് പുറകിൽ നിന്ന മാർക്ക് അയാളുടെ ഷർട്ട് തൂക്കി ഇങ്ങനെ എടുക്കുന്നത്. അപ്രതീക്ഷിതമായി തന്നെ ഒരാൾ തൂക്കിയെടുത്തപ്പോൾ ഗോൺസാൽവസ് ഒന്ന് അമ്പരുന്നു. ഗോൺസാൽവസ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് തൊട്ട് പുറകെ നിൽക്കുന്നത്. മാർക്ക് ഫെല്ലർ ഗോൺസാൽവസിനോട് ചോദിച്ചു, നിങ്ങളെന്തായി കാണിക്കുന്നത്? പെട്ടെന്ന് മാർക്കിന്റെ ചോദ്യം കേട്ടപ്പോൾ ഗോൺസാൽവസിന്റെ മുഖത്ത് ഒരു അത്ഭുതം. അയാള് ലേശം അമ്പരപ്പോടെ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോട് ചോദിച്ചു, നീ ആരാ? ഇത്രയും ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ ഈ ക്യൂ തെറ്റിച്ച് ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം നൽകിയത്? അതാണോ വിഷയം? ഞാനാകെ അമ്പരന്ന് പോയി. എനിക്ക് ക്യൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഗോൺസാൽവസ് ആണ്. എന്നെ ഇവരെല്ലാവരും അറിയും. ഗോൺസാൽവസിനെ ആ ക്യൂവിൽ നിൽക്കുന്ന എല്ലാവരും അറിയും എന്നുള്ളത് സത്യവുമാണ്. അയാൾ അല്പസ്വല്പം പണമൊക്കെ ഉള്ള, എന്നാൽ അതിനേക്കാളേറെ കൈക്കരുത്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ടീമിന്റെ ആളുമാണ്. അതറിയാവുന്ന ആളുകളാണ് ആ ക്യൂവിൽ നിൽക്കുന്ന എല്ലാവരും. അതുകൊണ്ട് തന്നെ അവരാരും ഒരു അക്ഷരവും മിണ്ടിയില്ല. അവരെല്ലാവരെയും കടന്നാണ് ഗോൺസാൽവസ് ആ ക്യൂവിന്റെ മുന്നിലേക്ക് വന്നത്. ഒരാളും ചോദ്യം ചെയ്യാത്തത് ഗോൺസാൽവസിനെ ഭയന്നിട്ട് തന്നെയാണ്. ആ കാര്യം ഗോൺസാൽവസിനും അറിയാം. അതുകൊണ്ടാണ് ഗോൺസാൽവസ് വളരെ കൂളായിട്ട് മറുപടി പറഞ്ഞത്. ഗോൺസാൽവസിന്റെ മറുപടി കേട്ടതും മാർക്ക് ഗോൺസാൽവസിനോട് പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല. ഇവിടെ ഞങ്ങൾ എല്ലാവരും ക്യൂ നിൽക്കുന്നതാണ്. ഈ ക്യൂവിൽ നിൽക്കാൻ പറ്റുന്ന ഒരാൾ മാത്രം ഡോക്ടർ സഹീറിനെ കണ്ടാൽ മതി. അങ്ങനെയല്ലേ ഡോക്ടർ സഹീർ?
മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം സഹീറിന് അങ്ങോട്ട് ഇഷ്ടമായില്ല. സഹീർ മാർക്കിനോട് പറഞ്ഞു, ഏയ് എഗ്മാൻ, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനുണ്ട്. അതിനിടയിൽ കയറി സംസാരിക്കാൻ നിങ്ങളെ ആരും അനുവദിച്ചിട്ടില്ല. ഡോക്ടർ, ഞങ്ങളൊക്കെ ക്യൂ നിൽക്കുന്നല്ലേ, അതിനെന്താ? നിങ്ങളെപ്പോലുള്ള സാധാരണ ആളുകൾ ക്യൂ നിന്ന് ഇവിടെ എത്തും. ഗോൺസാൽവസിനെ പോലുള്ള ആളുകൾ ഇവിടെ എത്താൻ ക്യൂവിന്റെ ആവശ്യമില്ല. ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തും ഉള്ളതല്ലേ. ഡോക്ടർ ഡോക്ടർ അങ്ങനെ പറയരുത്. ഇവിടെ സൗജന്യ ചികിത്സ എന്ന ബോർഡ് വെച്ചിരിക്കുന്നത്, എന്നിട്ടും ഡോക്ടർ പണം വാങ്ങിക്കുന്നത് തെറ്റാണ്. ഏയ്, ആ ഡയലോഗൊന്നും വേണ്ട. ഞാൻ ആളുകൾ ചികിത്സിക്കുമ്പോൾ പണം വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതിൽ ഇടപെടാൻ നിനക്ക് ഒരു അധികാരവുമില്ല. ഡോക്ടർ, അങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഇവിടെ ഈ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ബാനറിൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ സൗജന്യമായി ചികിത്സിക്കുമെന്നാണ്. അങ്ങനെ ബോർഡ് വെച്ചിട്ട് ആളുകളെ വിളിച്ചു ചേർത്ത് അവരുടെ പണം വാങ്ങുന്നത് ശരിയായ പരിപാടി അല്ലല്ലോ ഡോക്ടറെ. ഡോക്ടർ സഹീറിന്റെ കള്ളത്തരം പൊളിച്ച് മാർക്ക് ഫെല്ലർ അങ്ങനെ പറയുമ്പോൾ ആ വരിയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കേൾക്കുന്ന കാര്യം സത്യമാണെന്നറിയാം. പക്ഷേ എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ്. ഡോക്ടർ സഹീർ പ്രൊഫഷണൽ ക്യാപിറ്റലിൽ നിന്നാണ് അവിടെ എത്തിയിരിക്കുന്നത്. വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് സംസ്ഥാന തലസ്ഥാനത്ത് നിന്ന് ആരെങ്കിലും ആ ചെറിയ പട്ടണത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു പ്രമുഖനായ ഡോക്ടറുടെ ചികിത്സ ലഭിക്കാനാണ് അവർ ക്യൂ നിൽക്കുന്നത്. അതിനെക്കുറിച്ച് പണം കൊടുത്താലും കുഴപ്പമില്ല, ഇതൊരു ഫീല് ആ ക്യൂ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ സകലരും നിശബ്ദരായി നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ ഡയലോഗ് കേട്ടതും സഹീർ തന്നെ അടുത്ത് നിൽക്കുന്ന ഗോൺസാൽവസിനോടായി പറഞ്ഞു, ഏയ് ഗോൺസാൽവസ്, ഇയാളെ നീ തന്നെ അങ്ങ് കൈകാര്യം ചെയ്യും. മാർക്ക് ഫെല്ലറെ പോലുള്ള ഒരാളോട് സംസാരിച്ചു നിന്നുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടർ സഹീർ അങ്ങനെ പറഞ്ഞത്. ഗോൺസാൽവസ് ഉടൻ തന്നെ ഡോക്ടർ സഹീറിനോട് പറഞ്ഞു, ഓ ഇവനെ ഞാനിപ്പോൾ ശരിയാക്കി തരാം. അങ്ങനെ പറഞ്ഞിട്ട് ഗോൺസാൽവസ് ഒന്ന് പുറകോട്ട് മാറി ഫോൺ എടുത്ത് ആരെയും വിളിച്ചു. അയാള് അങ്ങനെ വിളിച്ചതും ഒരു ടീം പെട്ടെന്ന് അകത്തേക്ക് വന്നു. ശരിക്കും ആ റോഡിന് പുറത്തായിട്ട് ഗോൺസാൽവസിന്റെ ആളുകൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. അനവധി വാഹനങ്ങൾ ഗോൺസാൽവസിനെ അനുഗമിച്ച് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ വാഹനങ്ങളിലുള്ള ചെറുപ്പക്കാരാണ് ഇപ്പോൾ അകത്തേക്ക് വന്നത്. ഒരു ടീം തന്നെയുണ്ട്. അകത്തേക്ക് വന്ന ആ ചെറുപ്പക്കാരെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് ഫോൺ എടുത്ത് ഒരാളെ വിളിച്ചു. മാർക്ക് ഫോണിലൂടെ പറഞ്ഞു, ഞാനിവിടെ മിഡിൽ സിറ്റി ട്രഡീഷണൽ ഹോസ്പിറ്റലുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സാം, കുറച്ച് ആളുകളുമായി ഇങ്ങോട്ട് വാ. സാം ഫ്രാങ്കിനെയാണ് മാർക്ക് ഫോണിൽ വിളിച്ചത്. മാർക്ക് ആരെയോ ഫോണിൽ വിളിച്ചത് കണ്ടതും ഗോൺസാൽവസ് ചിരിച്ചുകൊണ്ട് മാർക്കിനോട് ചോദിച്ചു, അത് ശരി, എന്റെ ആളുകളെ നേരിടാനായി നിനക്കും ആളുകളുണ്ട്, എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ശരിക്കും ഒരു ഷോ അവിടെ നടക്കാൻ പോവുകയാണ്. ഗോൺസാൽവസിനെ ആരും സാധാരണഗതിയിൽ എതിർക്കാൻ നിൽക്കാറില്ല. ഈ ചെറുപ്പക്കാരൻ ഇതാരാ ആവശ്യമില്ലാതെ ഒരു എതിർപ്പുണ്ടാക്കുന്നത്? അങ്ങനെ ഒരു ചിന്തയാണ് ആ ക്യൂ നിൽക്കുന്ന എല്ലാവർക്കും ഉള്ളത്. അവരൊക്കെ ഡോക്ടർ സഹീറിനെ കാണാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്ന ആളുകളാണ്. ചിലരൊക്കെ ക്യൂവിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഏയ് ചെറുപ്പക്കാരാ, നിങ്ങള് ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡോക്ടറെ കാണാമായിരുന്നു. ഒരാൾ അങ്ങനെ വിളിച്ചു പറഞ്ഞതും അനവധി ആളുകൾ അതിനെ കണക്ട് ചെയ്ത് വിളിച്ചു പറഞ്ഞു തുടങ്ങി. അതെ അതെ ചെറുപ്പക്കാരൻ, നിങ്ങൾ മാറി നിൽക്കേ. നിങ്ങൾ ഗോൺസാൽവസിനോട് തല്ലുണ്ടാക്കുകയോ വഴക്കുണ്ടാക്കുകയോ എന്ത് വേണോ ചെയ്തു, ഞങ്ങൾ ഡോക്ടറിനെ കണ്ടോട്ടെ. സാധാരണ ആളുകളുടെ ഒരു കോമൺ മൈൻഡ് സെറ്റാണ് അവിടെ പ്രകടമാകുന്നത്. മറ്റാർക്ക് എന്ത് സംഭവിച്ചാലും തങ്ങൾക്കൊന്നും വരരുത്, അതാണ് ആളുകളുടെ ചിന്ത. ആ ചിന്ത ലോകത്ത് എല്ലായിടത്തും കാണാൻ പറ്റും. ഒരു പ്രശ്നം അവിടെ വന്നപ്പോൾ ആ പ്രശ്നത്തിൽ സഹകരിക്കുന്നതിന് പകരം സ്വന്തം കാര്യം നോക്കാനാണ് ആളുകളുടെ ഒരു താല്പര്യം. അത് മനസ്സിലാക്കിയ മാർക്ക് തിരിഞ്ഞ് അവരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇവിടെ ഈ സ്ത്രീ 2 മണിക്കൂറായി ക്യൂ നിൽക്കുകയായിരുന്നു. സൗജന്യ ചികിത്സ എന്ന ബോർഡ് വെച്ച് ആ ക്യൂവിൽ അവർ മുന്നിലെത്തിയപ്പോൾ അവരുടെ പണം ചോദിക്കുന്നതേ തെറ്റ്. 2, അവരെ ഒഴിവാക്കി ക്യൂ നിൽക്കാത്ത ഒരാൾക്ക് അവസരം കൊടുത്തത് അതിലേറെ തെറ്റ്. 3, ഈ 2 കാര്യങ്ങളെയും ആ ഡോക്ടർ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇതിൽ ഇടപെടാതെ ഈ ഡോക്ടറെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ശരിയായ ഒരു പരിപാടിയാണോ? ഇങ്ങനെയാണോ നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ പ്രതികരിക്കേണ്ടത്? ആ കൂട്ടത്തിലെ ചില ചെറുപ്പക്കാരെ നോക്കി മാർക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ മാർക്ക് പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് ഒരു തോന്നലുണ്ട്. ഇത് കേട്ടതും ഡോക്ടർ സഹീർ മാർക്കിനോട് പറഞ്ഞു, ഹേയ് നീ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ, ആൾക്കൂട്ടത്തേക്ക് ആവേശഭരിതമാക്കാൻ നിന്റെ ഈ സംഭാഷണത്തിന് ചിലപ്പോൾ കഴിഞ്ഞേക്കും. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഞാൻ പറയുന്നതാണ് നിയമം, ഞാൻ പറയുന്നതേ നടക്കത്തുള്ളൂ. അങ്ങനെ ഡോക്ടർ സഹീർ വീണ്ടും പറയുമ്പോഴേക്കും അനവധി വാഹനങ്ങൾ ആ കോമ്പൗണ്ടിനകത്തേക്ക് ഇരച്ച് കയറി വന്നു. വാഹനങ്ങളിൽ നിന്നതും അതിൽ നിന്ന് ചാടി ഇറങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിലുള്ളത് സാക്ഷാൽ ബ്രദർ സാമാണ്. ബ്രദർ സാം
ആ വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ തന്നെ അതിന് ഒരു നായക പരിവേഷമുണ്ട്. ബ്രദർ സാമിനൊപ്പം അനവധി ആളുകളുമുണ്ട്. ബ്രദർ സാം ഇപ്പോൾ മിഡിൽ സിറ്റിയിൽ വല്ലാതെ പ്രസിദ്ധനാണ്. ബ്രദർ സാമിന്റെ കമ്പനി വിതരണം ചെയ്യുന്ന സോൾ നറിഷ്മെന്റ് പില്ല് എല്ലാവരെയും ആകർഷിച്ചിരിക്കുന്ന ഒരു മരുന്നാണ്. ആ മരുന്നിന്റെ സോൾ ഡിസ്ട്രിബ്യൂട്ടറാണ് ബ്രദർ സാം. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ പ്രമുഖ വ്യക്തികൾക്കും ബ്രദർ സാമിനെ അറിയാം. ബ്രദർ സാമിനെ അവിടെ കണ്ടപ്പോൾ ഗോൺസാൽവസ് ബ്രദർ സാമിനോട് ചോദിച്ചു, ഏയ് ബ്രദർ സാം, എന്താ അങ്ങ് ഇവിടെ വന്നേ? അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ സാം നടന്ന് മാർക്ക് ഫെല്ലറുടെ മുന്നിലേക്ക് വന്നു. മാർക്ക്, എന്താ എന്നെ വിളിച്ചത്? ബ്രദർ സാമിന്റെ സംഭാഷണം പോലും ശരിക്കും ഒരു വിധേയന്റെ ശൈലിയുടെ സംഭാഷണമാണ്. മാർക്ക് സാമിനോട് പറഞ്ഞു, ദാ ഇവന് ഈ ആളുകളും ഒരു നോയ്സ് സെൻസ് പോലെ എനിക്ക് തോന്നുന്നു, അവരെ ഒന്ന് കൈകാര്യം ചെയ്യണം. മാർക്ക്, അത്രേ ഉള്ളോ? അത് ഞാൻ ഏറ്റു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രദർ സാം അയാളുടെ ടീമിനൊന്ന് നോക്കി. അവർക്ക് കാര്യം മനസ്സിലായി. അടുത്ത നിമിഷത്തിൽ അവന്മാർ ഗോൺസാൽവസിനെയും അയാളുടെ ആ ടീമംഗങ്ങളെയും പെട്ടെന്ന് അവിടെ നിന്ന് പൊക്കിയെടുക്കുകയാണ്. ബ്രദർ സാമുമായി ഏറ്റുമുട്ടാനുള്ള കപ്പാസിറ്റി തങ്ങൾക്ക് ഇല്ല എന്നറിയാവുന്ന ഗോൺസാൽവസിന്റെ ടീമംഗങ്ങൾ ഒരു തരത്തിലും എതിർക്കാതെ അവർക്കൊപ്പം അങ്ങ് നിന്നു കൊടുക്കുകയായിരുന്നു. ഗോൺസാൽവസ് കരഞ്ഞുകൊണ്ട് ബ്രദർ സാമിനോട് പറഞ്ഞു, ബ്രദർ സാം, ശരിക്കും എനിക്ക് അബദ്ധം പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ അയാൾ പറയുമ്പോഴേക്കും അയാളെ പൊക്കിയെടുത്ത് അവൻ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഈ രംഗം കണ്ട ഡോക്ടർ സഹീർ ലേശം ദേഷ്യത്തോടെ മാർക്കിനോട് പറഞ്ഞു, ഓഹോ, നിനക്ക് ഗുണ്ടകളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ ഡോക്ടർ സഹീർ പറയുമ്പോഴേക്കും മാർക്ക് നടന്ന് സഹീറിന്റെ മുന്നിലെത്തി. മാർക്ക് സഹീറിനോട് പറഞ്ഞു, ഡോക്ടർ, നിങ്ങൾ ഈ സ്ത്രീയുടെ കുഞ്ഞിനെ ഒന്ന് നോക്കണം. ഏയ്, ഞാൻ ആരെ നോക്കേണ്ടെന്ന് തീരുമാനിക്കാൻ നീ പോരാ. അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ സഹീർ മാർക്കിന്റെ പുറകെ നിൽക്കുന്ന ആളോട് പറഞ്ഞു, ബാ ഇരിക്കും. അത് കേട്ടതും മാർക്ക് കൈ നിവർത്തി ഒരൊറ്റയാടി. തികച്ചും അപ്രതീക്ഷിതമായി ഡോക്ടർ സഹീറിന്റെ കവിളിൽ മാർക്ക് ആഞ്ഞടിച്ചതും കസേരയിലിരിക്കുകയായിരുന്ന ഡോക്ടർ സഹീർ കസേരയോട് കൂടി തറയിലേക്ക് വീണു. ആ ആൾക്കൂട്ടവും മുന്നിലുള്ള ആ സ്ത്രീയും ഒക്കെ ശരിക്കും ഞെട്ടിയ നിമിഷമാണ്. തറയിലേക്ക് വീണ ഡോക്ടർ സഹീറിനെ മാർക്ക് തൂക്കിയെടുത്ത് വീണ്ടും കസേരയിലേക്ക് ഇരുത്തി. നോക്ക്, ഈ സ്ത്രീയെ പരിശോധിക്കാതെ നീ ഇവിടുന്ന് എണീറ്റാൽ നിന്റെ രണ്ട് കാലും ഞാൻ തല്ലിയൊടിക്കും. മാർക്ക് അങ്ങനെ പറയുമ്പോഴേക്കും ഡോക്ടർ സഹീർ കസേരന്ന് ചാടി എണീറ്റ് കഴിഞ്ഞു. ശരിക്കും അയാൾ വല്ലാത്ത ദേഷ്യത്തിലാണ്. ഡോക്ടർ സഹീറിനെ ആദ്യമായിട്ടാണ് പരസ്യമായിട്ട് ആരെങ്കിലും തല്ലുന്നത്. ദേഷ്യത്തോടെ ഡോക്ടർ സഹീർ തൊട്ട് പുറകിലെ ഹോസ്പിറ്റലിനെ വാതിൽ നേരെ ഓടാൻ ശ്രമിച്ചതും ആ വാതിൽ തുറന്ന് ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നു. എന്താ ഇവിടെ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നത്. ആ ഡോക്ടറെ കാണുമ്പോൾ തന്നെ അറിയാം അയാളാണ് ആ ഹോസ്പിറ്റലിന്റെ തലവനാണ്. ഡോക്ടർ റജിൻ, ഇതാണോ നിങ്ങളുടെ ഹോസ്പിറ്റലിലെ രീതി? എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ ആളുകളെ കൊണ്ട് തല്ലിപ്പിക്കാൻ നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? ഡോക്ടർ റജിൻ എന്ന് വിളിക്കപ്പെട്ട ആളോട് ഡോക്ടർ സഹീർ അങ്ങനെ ചോദിച്ചതും ഡോക്ടർ റജിൻ ഒന്ന് പതറിയെന്ന് വ്യക്തമാണ്. പക്ഷെ ആ നിമിഷം തന്നെ ഡോക്ടർ റജിൻ തിരിഞ്ഞ് മാർക്ക് ഫെല്ലറോട് ചോദിച്ചു, ഹലോ, എന്താ ഉണ്ടായേ? മാർക്ക് ഫെല്ലറോട് ഡോക്ടർ റജിൻ അങ്ങനെ ചോദിച്ചപ്പോൾ മാർക്ക് ഫെല്ലർ ഉറക്കെ ഡോക്ടർ റജിനോട് പറഞ്ഞു, ഡോക്ടർ, ഈ ഹോസ്പിറ്റലിൽ സൗജന്യമായി ആളുകൾ ചികിത്സിക്കുന്നു എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ഡോക്ടർ ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് മാത്രമാണ് ചികിത്സിക്കുന്നത്. അത് ശരിയായ ഒരു നടപടിയാണെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? അത് കേട്ടതും ഡോക്ടർ റജിൻ സഹീറിന് നേരെ തിരിഞ്ഞു. ഡോക്ടർ സഹീർ, എന്താ ഇത്? നിങ്ങൾ ചോദിച്ച പണം നൽകിയല്ലേ ഞാൻ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത്? പിന്നെ എന്തിനാ നിങ്ങൾ രോഗിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത്? രോഗികളുടെ കയ്യിൽ നിങ്ങൾ പണം വാങ്ങാതിരിക്കാനല്ലേ ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ പണം നൽകുന്നത്? പെട്ടെന്ന് ഡോക്ടർ റജിൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഡോക്ടർ സഹീറിന്റെ മുഖം ഒന്ന് വിളറി. ഡോക്ടർ റജിൻ, അത് അങ്ങനെയല്ല. ഈ രോഗികൾ സന്തോഷത്തോടെ എനിക്ക് പണം നൽകുന്നതാണ്. അങ്ങനെ സഹീർ പറഞ്ഞപ്പോൾ മാർക്ക് ഡോക്ടർ സഹീറിനോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ ഈ കള്ള പറയുന്നു. നിങ്ങൾ ഈ സ്ത്രീയോട് പണം നൽകിയില്ലെങ്കിൽ അവർ ചികിത്സിക്കില്ല എന്ന് പറഞ്ഞതല്ലേ? ഡോക്ടർ സഹീറിനോട് മാർക്ക് ചോദിച്ച ചോദ്യം ഡോക്ടർ റജിൻ പ്രതീക്ഷിച്ചിരുന്ന ചോദ്യമാണ്. ഡോക്ടർ റജിൻ ഡോക്ടർ സഹീറിനോട് പറഞ്ഞു, ഡോക്ടർ, ഇത് തികച്ചും മോശമായി പോയി. ഇവിടെ ഈ രോഗികളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത് അവർക്ക് സൗജന്യമായി ചികിത്സ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ ഞങ്ങളുടെ സൽപ്പേരാണ് കളഞ്ഞു കുളിച്ചത്. ഡോക്ടർ, നിങ്ങളുടെ പ്രവൃത്തി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ ഡോക്ടർ റജിൻ തീർത്തു പറഞ്ഞതും ഡോക്ടർ സഹീർ റജിനോട് പറഞ്ഞു,
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ചികിത്സിക്കുന്നില്ല. ശരിക്കും അയാളുടെ അവസാനത്തെ അടവെടുക്കുകയാണ്. ഡോക്ടർ സഹീറിനെ പോലെ പ്രഗത്ഭനായ ഒരാളെ സാധാരണഗതിയിൽ മിഡിൽ സിറ്റിക്ക് ലഭിക്കുന്നതല്ല. മിഡിൽ സിറ്റിയിലേക്ക് അയാളെ കൊണ്ടുവരാനായി ആ ഹോസ്പിറ്റൽ ഒരുപാട് പണമാണ് മുടക്കിയിരിക്കുന്നത്. ഇപ്പോഴാ അപ്രതീക്ഷിതമായി സഹീർ രോഗികളെ പരിശോധിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഡോക്ടർ റെജിൻ ഏതാണ്ട് വെട്ടിലായതുപോലെയായി. ഡോക്ടർ റെജിന്റെ മുഖം മങ്ങുന്നത് മാർക്ക് കാണുകയും ചെയ്തു. മാർക്ക് ഡോക്ടർ റെജിനോട് പറഞ്ഞു, ഡോക്ടർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ രോഗികളെ ഞാൻ ചികിത്സിക്കാം. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞപ്പോ ഡോക്ടർ റെജിന്റെ മുഖത്ത് ശരിക്കൊരു അതിശയം. ഡോക്ടർ റെജിൻ അമ്പരപ്പോടെ മാർക്കിനോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് സത്യമാണോ? മാർക്കിനോട് റെജിൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ സഹീറിന്റെ മുഖത്തും ഒരു അത്ഭുതമുണ്ട്. അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തന്റെ മുന്നിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരന് രോഗികളെ ചികിത്സിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഡോക്ടർ സഹീർ ചിരിച്ചുകൊണ്ട് റെജിനോട് പറഞ്ഞു, ഡോക്ടർ റെജിൻ, എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ, അയാള് നോക്കട്ടെ. ഡോക്ടർ സഹീർ അങ്ങനെ പറയുമ്പോൾ ആ ക്യൂവിൽ നിൽക്കുന്ന ആളുകളൊക്കെ വല്ലാത്തൊരു അമ്പരപ്പിലാണ്. അവരെല്ലാം വന്നിരിക്കുന്നത് ഡോക്ടർ സഹീറിനെ കാണാൻ വേണ്ടിയാണ്. ആളുകൾ അമ്പരം നിൽക്കുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ സ്ത്രീയോട് പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ കുട്ടിയെ ഞാൻ ചികിത്സിക്കാം, നിങ്ങൾക്ക് സമ്മതമാണോ? മാർക്കിന്റെ ചോദ്യം കേട്ടപ്പോൾ ശരിക്കും അവരൊരു ധർമ്മസങ്കടത്തിലായി. ഒരു നിമിഷം അവരെന്തോ ആലോചിച്ചു. അവസാനം അവർ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ഓക്കെ, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. അങ്ങനെ ആ സ്ത്രീ പറയുമ്പോൾ അവരുടെ മുഖത്ത് ഒരു വല്ലാത്ത ശാന്തതയുണ്ട്. അവർക്ക് വേണ്ടി സംസാരിച്ച ആ ചെറുപ്പക്കാരനെ ആ സമയത്ത് തള്ളിപ്പറയാൻ പാടില്ല എന്നൊരു തോന്നൽ ആ സ്ത്രീക്ക് ഉണ്ടായതുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞതും മാർക്ക് ഡോക്ടർ സഹീർ ഇരുന്ന കസേരയിലേക്ക് ഇരുന്നു. ഡോക്ടർ സഹീറിന്റെ കസേരയ്ക്ക് സമീപത്തായി രോഗികൾക്ക് ഇരിക്കാനുള്ള കസേരയിൽ ആ സ്ത്രീയോട് ഇരിക്കാനായി മാർക്ക് ആവശ്യപ്പെട്ടു. അതിനുശേഷം മാർക്ക് ആ കുഞ്ഞിനെ പരിശോധിച്ചു തുടങ്ങി. മാർക്ക് ആ കുഞ്ഞിന്റെ കൈ ഒന്ന് പിടിച്ചു നോക്കിയതിന് ശേഷം ആ കുഞ്ഞിന്റെ നെറ്റിയിലോട്ട് കൈ വയ്ക്കുമ്പോൾ ഡോക്ടർ റെജിനും ഡോക്ടർ സഹീറും വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ആ കാഴ്ച കാണുന്നത്. സഹീറിന്റെ മുഖത്ത് ഒരു പുച്ഛം തന്നെയുണ്ട്. ആ കുഞ്ഞിനെ മാർക്ക് ഫെല്ലർ പരിശോധിച്ച് തുടങ്ങുമ്പോഴും ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മാർക്കിന്റെ കൈ ആ കുഞ്ഞിന്റെ പുറത്ത് ഏതാനും നിമിഷ നേരം വെച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ കരച്ചിൽ സാവധാനം അങ്ങ് നിന്നു. ആ കുഞ്ഞിന്റെ ശ്വാസോച്ഛ്വാസവും ഏതാണ്ട് നോർമൽ ആവുകയാണ്. ആ കുഞ്ഞിനെ കയ്യിൽ വെച്ചിരിക്കുന്ന സ്ത്രീ വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി അവരുടെ കൈകൊണ്ട് ആ കുഞ്ഞിന്റെ ദേഹത്തും തൊട്ടു. നേരത്തെ ഏതാണ്ട് പൊള്ളുന്ന ചൂടുണ്ടായിരുന്ന ആ കുട്ടിയുടെ ശരീരത്തിൽ ഇപ്പോൾ ആ ചൂട് ഏതാണ്ട് ഇല്ലാതായി എന്ന് പറയാം. ശരിക്കും മാർക്ക് ഫെല്ലർ അവന്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി കയ്യിലേക്ക് കൊണ്ടുവന്ന് അവന്റെ കയ്യിലൂടെ ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കയറ്റിവിട്ട് ആ കുഞ്ഞിന്റെ ശരീരത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ബ്ലോക്കുകൾ ആ ഫ്ലോയിൽ അങ്ങ് മാറ്റുകയായിരുന്നു. ശരിക്കും ശരീരം ചൂടാകുന്നത് ശരീരത്തിനകത്ത് ചെറിയ ബ്ലോക്കുകൾ പല ഭാഗത്തും ഉണ്ടാകുമ്പോഴാണ്. ആ ബ്ലോക്കുകളാണ് മാർക്ക് പതുക്കെ മാറ്റിയത്. മാർക്കിന്റെ അച്ഛൻ മാർക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ആ അറിവിനെ മാർക്ക് അവിടെ ഉപയോഗപ്പെടുത്തിയതാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ആ കുഞ്ഞിന്റെ അസുഖം പൂർണ്ണമായും മാറി. ശരിക്കും ആ കുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് ചിരിക്കുകയും ചെയ്തു. ആ കുഞ്ഞ് ചിരിക്കുന്നുണ്ടതും ആ സ്ത്രീയുടെ കണ്ണിൽ കൂടി കണ്ണുനീർ ഒഴുകി തുടങ്ങി. ശരിക്കും കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ മാർക്കിനോട് പറഞ്ഞു, ഡോക്ടർ, എൻ്റെ കയ്യിൽ വളരെ കുറച്ച് പണമേ ഉള്ളൂ, ഞാനത് അങ്ങേക്ക് നൽകാം. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, അതിനൊന്നും ആവശ്യമില്ല, നിങ്ങളെ മകളെ ചികിത്സിക്കാമെന്ന് ഞാനല്ലേ പറഞ്ഞത്, ഞാനത് ചെയ്തു, അതിന് നിങ്ങൾ പണവും നൽകണ്ട. മാർക്ക് ഫെല്ലർ എന്ന ആ ചെറുപ്പക്കാരൻ അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ കൊച്ചുകുഞ്ഞിന്റെ അസുഖം ഭേദമാക്കി കണ്ട ഡോക്ടർ സഹീർ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. ഡോക്ടർ സഹീർ അമ്പരപ്പോടെ അങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടതും ഡോക്ടർ റെജിൻ ഡോക്ടർ സഹീറിനോട് പറഞ്ഞു, ഡോക്ടർ സഹീർ, നിങ്ങൾ ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും അകത്ത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ റെജിൻ പറയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ CCTV ക്യാമറയെ പതിഞ്ഞു. ശരിക്കും അവിടെയുള്ള മുഴുവൻ രംഗങ്ങളും അകത്തുള്ള ആളുകൾ കാണത്തക്ക രീതിയിൽ ക്യാമറകൾ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഡോക്ടർ സഹീറും അപ്പോഴാണ് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അത് മനസ്സിലാക്കിയ സഹീർ ഡോക്ടർ റെജിനോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ബോധപൂർവം എന്നെ അപമാനിക്കാനായി ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തതാണല്ലേ, നോക്ക്, ഞാൻ ഇനി ആരെയും പരിശോധിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് സഹീർ പുറത്തേക്ക് നീങ്ങുമ്പോൾ ഡോക്ടർ റെജിൻ സഹീറിനോട് പറഞ്ഞു, നിങ്ങൾ പരിശോധിച്ചില്ലെങ്കിലും ഇനി ഒരു കുഴപ്പവുമില്ല. മാർക്ക് ഫെല്ലർ ആ കുഞ്ഞിനെ പരിശോധിക്കുന്നുണ്ടപ്പോഴേ ഡോക്ടർ റെജിന്
മാർക്ക് ഫെല്ലറിൽ ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. മാർക്ക് ഡോക്ടർ റെജിനോട് പറഞ്ഞു, ഡോക്ടർ, ഈ നിൽക്കുന്ന ആളുകൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇവരെ എല്ലാവരെയും സൗജന്യമായി പരിശോധിക്കാൻ തയ്യാറാണ്. ഇവർക്ക് ആവശ്യമായ മരുന്ന് ഞാൻ നിർദ്ദേശിക്കുകയും ചെയ്യാം. ആ കുഞ്ഞിന്റെ കരച്ചിൽ പൂർണ്ണമായും മാറ്റി, ആ കുഞ്ഞിന്റെ അസുഖം മാറ്റിയ മാർക്ക് ഫെല്ലറുടെ കപ്പാസിറ്റിയിൽ ആ വരിയുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട്. ധൈര്യപൂർവ്വം ഒരാൾ പെട്ടെന്ന് മാർക്കിന്റെ മുന്നിലുള്ള കസൽ വന്നിരിക്കുകയും ചെയ്തു. അയാളെ ചികിത്സിക്കാൻ മാർക്കിന് 2-3 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ. അയാളുടെ അസുഖവും മാർക്ക് ഭേദമാക്കിയതും ശരിക്കും ആ ക്യൂവിലുള്ള ആളുകളുടെ വിശ്വാസങ്ങൾ കൂടി. ഈ കാഴ്ച കൂടി കണ്ടതും ഡോക്ടർ സഖീർ തറയിൽ ഒന്ന് ആഞ്ഞു ചവിട്ടിയിട്ട് പുറത്തേക്ക് പോയി. അന്ന് വൈകുന്നേരം ഏകദേശം 8 മണിയാകുമ്പോഴാണ് മാർക്ക് ആ സീറ്റിൽ നിന്ന് എണീക്കുന്നത്. അവസാനത്തെ ആളെയും പരിശോധിച്ചു കഴിഞ്ഞിട്ട് മാർക്ക് എണീക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ഏതാണ്ട് പൂർണ്ണമായും മാർക്കിന്റെ അടുത്തുണ്ട്. മാർക്ക് പറയുന്ന അനുസരിച്ച് മരുന്നുകൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാർക്കിന്റെ സപ്പോർട്ടായി കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ റെജിൻ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നിങ്ങൾ ശരിക്കും ഒരു അസാമാന്യ പ്രതിഭാശാലിയാണ്. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സഹകരിച്ചൂടെ? ഏയ് ഡോക്ടർ റെജിൻ, ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം സഹകരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എനിക്ക് സ്ഥിരമായിട്ട് നിങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ വന്ന് സഹകരിക്കാനൊന്നും ഉള്ള സമയമില്ല. ഏയ് മാർക്ക്, ഞാൻ എല്ലാ ദിവസവും വരാനൊന്നും മാർക്കിനോട് പറയുന്നില്ല. മാർക്ക് ഞങ്ങളുടെ സീനിയർ ഡോക്ടറായി അറിയപ്പെടും. മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാർക്കിന് സൗകര്യമുള്ള ദിവസവും മാർക്കിന് ഇവിടെ വരാം. മാർക്ക് വരുന്ന ദിവസം മാത്രം രോഗികളെ നോക്കിയാൽ മതി. ശരിക്കും മറ്റ് ഡോക്ടേഴ്സിന് ഇല്ലാത്ത അസാമാന്യമായ ഒരു ശേഷി മാർക്കിന് ഉണ്ടെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ റെജിൻ ആ കാര്യം പറഞ്ഞത്. ഡോക്ടർ റെജിൻ ശരിക്കും ഒരു പാരമ്പര്യ വൈദ്യമാണ് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിലും അയാൾ ശരിക്കും ആധുനിക വൈദ്യത്തിൽ MBBSഉം MD ഒക്കെ എടുത്ത കക്ഷി തന്നെയാണ്. ഡോക്ടർ സഹീറും അങ്ങനെയുള്ള കക്ഷിയാണ്. അവരൊക്കെ പാരമ്പര്യ വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്നെങ്കിലും അവരെല്ലാവരും ആധുനിക വൈദ്യത്തിൽ അതിൻ്റെതായ എല്ലാ തലങ്ങളും കടന്നുപോയിട്ടുള്ളവരാണ്. ഡോക്ടർ റെജിനിൽ കഴിഞ്ഞ 8 മണിക്കൂർ അവിശ്വസനീയമായ ഒരു പഠനമാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 8 മണിക്കൂർ കൊണ്ട് വ്യത്യസ്ത അസുഖങ്ങളുള്ള ആളുകളെ മാർക്ക് പരിശോധിക്കുകയും ആ അസുഖങ്ങൾക്ക് മാർക്ക് മരുന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത ആ കാഴ്ച റെജിനെ വല്ലാതെ അമ്പരപ്പിക്കുകയായിരുന്നു. ഡോക്ടർ സഹീറിനെ കാണാനായി അന്ന് അവിടെ എത്തിയ എല്ലാ രോഗികളും ശരിക്കും ക്രോണിക് ഡിസീസുള്ള ആളുകളാണ്. പല ഡോക്ടേഴ്സിനെയും പല ഹോസ്പിറ്റൽസിനെയും കണ്ട് അസുഖം മാറാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ സഹീറിനെ കാണാൻ വന്നിരുന്നത്. ആ ആളുകളെയാണ് ഇപ്പോൾ മാർക്ക് ഫെല്ലർ പരിശോധിക്കുകയും മരുന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. മാർക്ക് യഥാർത്ഥത്തിൽ അവിടെ ചെയ്തത് മുഴുവൻ രസകരമായ ഒരു കാര്യമാണ്. ഒരാള് മാർക്കിന്റെ മുന്നിൽ വന്നിരിക്കുന്നതും മാർക്ക് അയാളുടെ പുറത്തുനിന്ന് തൊടും. ആ നിമിഷത്തിൽ മാർക്കിന്റെ അച്ഛൻ മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്ത ആ അസുഖങ്ങളും മരുന്നുകളുമുള്ള ലൈബ്രറിയിലേക്ക് കടക്കുകയാണ്. അവിടെ നിന്ന് ആ രോഗം ഏതാണെന്ന് മനസ്സിലാക്കുന്ന മാർക്ക് അതിന്റെ പരിഹാരവും കണ്ടുപിടിച്ച് അത് നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അതിനിടയിൽ മാർക്കിന്റെ ശരീരത്തിൽ നിന്ന് സ്പിരിച്വൽ എനർജി അവരുടെ ശരീരത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യും. സ്പിരിച്വൽ എനർജി അവരുടെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ ശരിക്കും ഒരു മാറ്റം അവരിൽ ഫീൽ ചെയ്യും. ആ മാറ്റം നിലനിൽക്കുമ്പോൾ മാർക്ക് പറയുന്ന മരുന്ന് അതിൻ്റെതായ അളവിൽ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ആ രോഗിക്ക് കൊടുക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ആ രോഗികൾ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. ആ മാറ്റം ഉണ്ടാകുന്നതോടുകൂടി അവരുടെ കോൺഫിഡൻസ് കൂടും. ആ കോൺഫിഡൻസ് കൂടുന്ന സമയത്താണ് അവരോട് മാർക്ക് ആ മരുന്ന് കഴിക്കാനുള്ള വിധമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഡോക്ടർ റെജിൻ അതുകൊണ്ടാണ് മാർക്കിനെ അയാളുടെ ഹോസ്പിറ്റലിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ഡോക്ടർ റെജിനോട് യാത്ര പറഞ്ഞ് വീട്ടിൽ മടങ്ങി എത്തിയപ്പോഴാണ് മാർക്ക് സത്യത്തിൽ നീലിനെ കുറിച്ച് പിന്നീട് ആലോചിക്കുന്നത്. നീലിനെ തിരക്കിയാണ് രാവിലെ മാർക്ക് പുറത്തിറങ്ങിയെങ്കിലും സത്യത്തിൽ ആ ഹോസ്പിറ്റലിനകത്ത് മാർക്ക് പെട്ടുപോവുകയായിരുന്നു. പിറ്റേ ദിവസം മാർക്കിനെ തിരക്കി ഡോക്ടർ ഫ്രെഡറിക് യാങ് എത്തി. മാർക്ക്, ഇന്നാണ് നമ്മൾ ചിറ്റൗണിലേക്ക് പോകുന്നത്. മെഡിസിനൽ കോൺഫറൻസിൽ പങ്കെടുക്കാനായി 2 ദിവസം മുമ്പ് തന്നെ ചിൽറ്റൗണിൽ ചെല്ലണമെന്ന് നേരത്തെ മാർക്കിനോട് ഫ്രെഡറിക് യാങ് പറഞ്ഞിരുന്നതാണ്. ഡോക്ടർ ഫ്രെഡറിക് അത് പറഞ്ഞപ്പോഴാണ് മാർക്കിന് ആ കാര്യം ഓർമ്മ വന്നത്. മാർക്കും ഫ്രെഡറിക്കും കൂടി മാർക്കിന്റെ കാറിൽ നേരെ ചിൽറ്റൗണിലേക്ക് തിരിച്ചു. അവർ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ചിൽറ്റൗണിൽ എത്തുന്നത്. ചിൽറ്റൗണിൽ എത്തിയ അവർ നേരെ കോൺഫറൻസിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന ആ ബിൽഡിങ്ങിലേക്ക് ചെന്നു. അവരവിടെ ചെല്ലുമ്പോൾ വൈകുന്നേരം 4 മണിയാണ്. ഓൺലൈനായിട്ട് നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ഫ്രെഡറിക് സബ്മിറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഫ്രെഡറിക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ പ്രിൻ്റ് ഔട്ട് അവിടെ നിന്ന് ഒരു ഫോം വാങ്ങിച്ച് അതിനോടൊപ്പം പിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഫ്രെഡറിക് അതിനുവേണ്ടിയാണ് അവിടേക്ക് വന്നത്.
ഫെഡറിക് വാങ്ങിച്ച ഫോം ഫെഡറിക് പറഞ്ഞ അനുസരിച്ച് മാർക്ക് ഫില്ല് ചെയ്തു. എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് നേരത്തെ ഫെഡറിക് കൊണ്ടുവന്നിരുന്ന ആ ഡോക്യുമെന്റുകളുടെ ഫയലും കൂടി അതിനകത്തോട്ട് ചേർത്ത് ഒരു ടാഗ് ഉപയോഗിച്ച് കെട്ടിയതിന് ശേഷം അവിടെ ഒരു ട്രേ വെച്ചിട്ടുണ്ട്. ആ ട്രേയിലേക്ക് മാർക്ക് ആ ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം മാർക്കും ഫെഡറിക്കും കൂടി ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ആ ഹാളിനകത്തേക്ക് സാക്ഷാൽ ഡോക്ടർ സഹീർ കയറി വരികയാണ്. അയാൾക്കൊപ്പം ഒരു ടീമും ഉണ്ട്. ഡോക്ടർ സഹീറിനെ കണ്ട ഡോക്ടർ ഫെഡറിക് ഓടി സഹീറിന്റെ അടുത്തേക്ക് വന്നു. ഏയ് ഡോക്ടർ സഹീർ, വീണ്ടും ഞാനത് എത്തിയിരിക്കുകയാണ്. ഹേയ് ഫെഡറിക്, ഇപ്രാവശ്യവും അവസാനത്തെ സ്ഥാനത്തിന് വേണ്ടി തന്നെയാണോ മത്സരിക്കാൻ വന്നത്? ഹേയ് ഡോക്ടർ സഹീർ, അങ്ങനെ പറയാതെ, ഇപ്രാവശ്യം ഞാൻ എന്തായാലും വിജയിക്കും. പിന്നെ നീ വിജയിക്കാൻ പോകുന്നു. അങ്ങനെ ഡോക്ടർ സഹീർ പറയുമ്പോഴാണ് ഡോക്ടർ ഫെഡറിക്കിന്റെ പുറകിൽ നിൽക്കുന്ന സാക്ഷാൽ മാർക്ക് ഫെല്ലറെ സഹീർ കാണുന്നത്. സഹീർ പെട്ടെന്ന് മാർക്കിനടുത്തേക്ക് വന്നു. ഏയ് നീ എന്താ ഇവിടെ? മാർക്ക് ഫെല്ലറോടുള്ള ഡോക്ടർ സഹീറിന്റെ ആ ചോദ്യം കേട്ടതും ഫെഡറിക് സഹീറിനോട് പറഞ്ഞു, ഡോക്ടർ സഹീർ, ഇപ്രാവശ്യം ഞാനല്ല മത്സരിക്കുന്നത്, മാർക്ക് ഫെല്ലറാണ് മത്സരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്ക് ഫെല്ലറെ ചൂണ്ടിക്കാണിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർ ഫെഡറിക് അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ സഹീർ ഒന്ന് ചിരിച്ചു. അത് ശരി, ഇവനാണോ മത്സരിക്കാൻ പോകുന്നത്? അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ സഹീർ നടന്ന് നേരെ ആ ട്രേയുടെ അടുത്തേക്ക് വന്നു. ആ ട്രേയിൽ കുറേ ഫയലുകളുണ്ട്. ആ മെഡിസിൻ കോൺഫറൻസിൽ മത്സരിക്കുന്ന ആളുകളൊക്കെയും സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫയലുകളാണ് ആ ട്രേയിൽ ഇരിക്കുന്നത്. ആ ട്രേയിൽ ഇരിക്കുന്ന ഫയലുകളുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് സാക്ഷാൽ മാർക്കിന്റെ ഫയലാണ്. ഡോക്ടർ സഹീർ ആ ഫയല് കയ്യിലെടുത്തു. അയാൾ ആ ഫയലിൽ ഒന്ന് വായിച്ചു. അത് ശരി, നീയാണ് മാർക്ക് ഫെല്ലർ, കൊള്ളാം. അപ്പോൾ നീ ഇവിടെ വന്നിരിക്കുന്നത് ഈ ട്രഡീഷണൽ കോൺഫറൻസിൽ മത്സരിക്കാനാണല്ലേ? നടന്നത് തന്നെ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ഫയൽ പെട്ടെന്ന് വലിച്ചും കീറി. ശരിക്കും ഡോക്ടർ ഫെഡറിക്കിനെ ഞെട്ടിച്ചുകൊണ്ടാണ് അയാൾ ആ ഫയൽ വലിച്ചു കീറിയത്. ഏയ് ഡോക്ടർ സഹീർ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഫെഡറിക് അങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ സഹീർ ആ ഫയല് പിന്നെയും വലിച്ചു കീറുകയാണ്. ശരിക്കും അയാൾക്ക് എന്തോ ദേഷ്യമുള്ളതുപോലെ അയാൾ ആ ഫയല് കഷ്ണം കഷ്ണമായി വലിച്ചു കീറി. ഏയ് ഡോക്ടർ സഹീർ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? വീണ്ടും ഫെഡറിക് അങ്ങനെ ചോദിക്കുമ്പോൾ സഹീർ തിരിഞ്ഞ് ഫെഡറിക്കിനോട് പറഞ്ഞു, ഏയ് ഫെഡറിക്, ഇവൻ മത്സരിക്കില്ല. ഇവനെ മത്സരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ ചെയർമാനായിരിക്കുന്നിടത്തോളം കാലം ഇവൻ ഇവിടെ മത്സരിക്കത്തില്ല. ഷിൽഷെയർ ട്രഡീഷണൽ മെഡിസിനൽ കോൺഫറൻസിന്റെ ചെയർമാനാണ് സാക്ഷാൽ ഡോക്ടർ സഹീർ എന്ന് അപ്പോഴാണ് മാർക്ക് ഫെല്ലർക്ക് മനസ്സിലാവുന്നത്. ഡോക്ടർ സഹീർ പറഞ്ഞ ആ ഡയലോഗ് കേട്ട് ഡോക്ടർ ഫെഡറിക്കാണ് ആകെ അമ്പരം നിൽക്കുന്നത്. ഡോക്ടർ ഫെഡറിക്കിന് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതേ സമയത്ത് മാർക്ക് ഫെല്ലർ ശാന്തനായി നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഡോക്ടർ സഹീറിനെ അവിടെ കണ്ടപ്പോഴേ കഥ ഏതാണ്ട് മനസ്സിലാക്കിയിരുന്നു. ഡോക്ടർ സഹീർ അകത്തേക്ക് വരുമ്പോൾ അയാൾക്ക് ചുറ്റും ഒരു വലിയ ടീമുണ്ട്. ആ ടീം അയാൾക്ക് കൊടുക്കുന്ന ആ ബഹുമാനം മാർക്ക് ഫെല്ലറുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഡോക്ടർ സഹീർ തന്നെ അയാൾ ആരാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. അയാളാണ് ചിൽഷെയർ പ്രൊവിൻസിലെ ട്രഡീഷണൽ മെഡിസിന്റെ അവസാനത്തെ വാക്ക്. അന്തം നിൽക്കുന്ന ഫെഡറിക്കിനോടായി ഡോക്ടർ സഹീർ പറഞ്ഞു, ഏയ് ഫെഡറിക്, ഇവൻ ഗുരുത്വമില്ലാത്തവനാണ്. ഇവൻ ആളുകളെ ബഹുമാനിക്കാൻ അറിയില്ല. ഇവൻ ഒരു കാരണവശാലും ഈ കോൺഫറൻസിൽ മത്സരിക്കില്ല. ഞാൻ അതിനെ അനുവദിക്കത്തില്ല. അങ്ങനെ ഡോക്ടർ സഹീർ പറയുമ്പോഴാണ് മാർക്കിന്റെ ഫോൺ ശബ്ദിക്കുന്നത്. ഡോക്ടർ സഹീറിനൊന്ന് നോക്കിയിട്ട് മാർക്ക് ഫോൺ എടുത്തു. ശരിക്കും ഒരു അപരിചിത നമ്പറിൽ നിന്നാണ് മാർക്കിന് ആ സമയത്ത് കോൾ വന്നത്. ഡോക്ടർ സഹീറിന്റെ സംഭാഷണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കൂടി മാർക്ക് ആ കോളിങ് അറ്റൻഡ് ചെയ്യായിരുന്നു. മറുഭാഗത്ത് ശരിക്കും മുഴക്കമുള്ള ഒരു ശബ്ദം കേൾക്കാം. ഏയ് മാർക്ക് ഫെല്ലർ, ഞാൻ ഡാനി ഹോൾഡറാണ്. ഡാനി ഹോൾഡർ എന്ന് മറുഭാഗത്തു നിന്നുള്ള ആള് പറഞ്ഞപ്പോൾ മാർക്ക് എന്തോന്ന് ആലോചിച്ചു. ഓഫീസർ ഹോൾഡറാണോ? അതെ അതെ, ഞാൻ തന്നെയാണ്. ഏയ് മാർക്ക്, നിങ്ങൾ ഈ ചിൽച്ചൗണിലേക്ക് വന്നിട്ട് എന്തേ എന്നോട് പറയാതിരുന്നത്? മറുഭാഗത്തുള്ള ചോദ്യം അതാണ്. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, അല്ല, ഞാൻ ഇവിടേക്ക് വന്ന കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഏയ് മാർക്ക്, നിങ്ങൾ ഞങ്ങളുടെ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പിന്നെ അറിയാതിരിക്കൂ. ചിൽച്ചൗണിലെ മിലിറ്ററി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് സാക്ഷാൽ ഡാനി ഹോൾഡർ മാർക്കിനെ വിളിക്കുന്നത്. മാർക്ക്, നിങ്ങളിപ്പോൾ എവിടെയുണ്ട്? ഞാനിവിടെ ട്രഡീഷണൽ മെഡിസിൻ കോൺഫറൻസ് പങ്കെടുക്കാനായി
അവിടെ ഓഫീസിൽ വന്ന് നിൽക്കുകയാണ്. ആ അവിടെ ഉണ്ടല്ലേ, ശരി നന്നായി, ഞങ്ങളുടെ ഒരു ഓഫീസർ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഹോൾഡർ ചില കാര്യങ്ങളൊക്കെ മാർക്കിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു പുഞ്ചിരി മാർക്കിന്റെ ചുണ്ടിലുണ്ടായി. ഫോൺ കട്ടായതും മാർക്ക് ഡോക്ടർ ഫെഡറിക്കിനോട് പറഞ്ഞു, ഡോക്ടർ ഫെഡറിക് അയാളോട് വെറുതെ സംസാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ മാർക്ക് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഫെഡറിക്ക് സഹീറിനോട് താഴെ വീണേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും മാർക്കിനെ ആ മത്സരത്തിൽ പങ്കെടുപ്പിക്കണമെന്നാണ് ഡോക്ടർ ഫെഡറിക് സഹീറിനോട് പറയുന്നത്. അപ്പോഴാണ് മാർക്കിന്റെ ആ ഡയലോഗ് ഉണ്ടായത്. അത് കേട്ടതും ഡോക്ടർ സഹീർ ഫെഡറിക്കിനോട് പറഞ്ഞു, കേട്ടില്ലേ, ഇതാണ് അവന്റെ മൈൻഡ് സെറ്റ്. അവന് ആളുകളെ ബഹുമാനിക്കാൻ അറിയില്ല. ട്രഡീഷണൽ മെഡിസിനിൽ ഒരു ഉസ്താദ് തന്നെയാണ് സാക്ഷൽ സഹീർ. ആ സഹീറിനെ ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു, തല്ലി. ഇത് രണ്ടും സഹീറിന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അയാൾക്ക് അധികാരമുള്ള സ്ഥലത്ത് ഈ മാർക്ക് ഫെല്ലർ എത്തപ്പെടുമെന്ന് സഹീർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. സകല തീരുമാനങ്ങൾ എടുക്കാൻ അയാൾക്ക് അധികാരമുള്ള അതേ കോൺഫറൻസിൽ പങ്കെടുക്കാൻ മാർക്ക് എത്തിയത് അയാളുടെ ഒരു ഭാഗ്യമാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഡോക്ടർ സഹീറിന്റെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷം പതിഞ്ഞു പോവുകയാണ്. ആ സന്തോഷം അയാളുടെ മുഖത്ത് അങ്ങനെ പ്രതിഫലിച്ചു വരികയാണ്. ചിരിച്ചുകൊണ്ട് സഹീർ മാർക്കിനോട് പറഞ്ഞു, ഇടാ, നീ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അല്ലേ എന്റെ കാലിൽ നീ വന്ന് വീഴുമെന്ന്. അങ്ങനെ ഡോക്ടർ സഹീർ പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, ഹലോ മിസ്റ്റർ ഡോക്ടർ സഹീർ, സത്യത്തിൽ ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി. മാർക്ക് ഫെല്ലർക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മാർക്ക് ഇതാ സമ്മതിക്കാൻ പോവുകയാണ്. ഇനി മാർക്ക് ഡോക്ടർ സഹീറിന്റെ കാലിൽ വീണ് മാപ്പ് പറയും. അങ്ങനെ ഒരു തോന്നലാണ് പെട്ടെന്ന് സഹീറിനുണ്ടായത്. പക്ഷേ സഹീറിനെ അമ്പരപ്പിച്ചുകൊണ്ട് മാർക്ക് സഹീറിനോട് പറഞ്ഞു, ഡോക്ടർ സഹീർ, സത്യത്തിൽ ഞാൻ അപേക്ഷ നിങ്ങൾക്ക് നൽകേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. ഹേ, എന്താ പറഞ്ഞത്? അപേക്ഷ നൽകേണ്ടെന്നോ? അപ്പോ നിനക്ക് മത്സരിക്കാനേ താല്പര്യമില്ലേ? അതല്ല, എനിക്ക് മത്സരിക്കാൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്ത് അപേക്ഷ നൽകേണ്ട കാര്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. അത് കേട്ടതും ഡോക്ടർ സഹീർ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. സഹീർ മാത്രമല്ല, അയാൾക്കൊപ്പമുള്ള ആ ഓഫീസ് സ്റ്റാഫുകളും അയാൾക്കൊപ്പം വന്ന അയാളുടെ സബോർഡിനേറ്റ്സും ഒക്കെ ചിരി തുടങ്ങി. ശരിക്കും ഒരു വലിയ ടീം അയാൾക്കൊപ്പമുണ്ട്. ഏയ് മിസ്റ്റർ മാർക്ക്, നിങ്ങൾ എന്തായി പറയുന്നത്? അപേക്ഷ നൽകാതെ നിങ്ങൾക്ക് ഈ കോൺഫറൻസിൽ എങ്ങനെയാണ് പങ്കെടുക്കാൻ കഴിയുക? അങ്ങനെ ഡോക്ടർ സഹീർ ചോദിച്ചതും മാർക്ക് പറഞ്ഞു, സത്യത്തിൽ ഈ കോൺഫറൻസിൻ്റെ മത്സരത്തിൽ എനിക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഞാൻ ഫൈനൽ നേരിട്ട് മത്സരിക്കാൻ പോവുകയാണ്. ഫൈനൽ നേരിട്ട് മത്സരിക്കാൻ പോവുകയാണോ? അങ്ങനെ സഹീർ എടുത്തു ചോദിച്ചതും ആ ആൾക്കൂട്ടം അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഡോക്ടർ ഫെഡറിക്, നീ ഇത് ആരെയാ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? അവൻ പറഞ്ഞ കേട്ടോ, അവൻ ഫൈനൽ നേരിട്ട് മത്സരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഫെഡറിക്കിനോട് സഹീർ പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, നോക്ക്, എനിക്ക് ഫൈനൽ നേരിട്ട് മത്സരിക്കാനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഉത്തരവിന്റെ കോപ്പി നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കും. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞപ്പോൾ സഹീർ ഒന്ന് ചിരിച്ചു. ശരി, എന്നാ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സഹീറും ടീമംഗങ്ങളും അവരുടെ ഒഫീഷ്യൽ വർക്കിലേക്ക് കടക്കുമ്പോൾ മാർക്ക് ആ ഹാളിന്റെ ഒരു മൂലയിലേക്ക് നടന്നു. അയാൾക്കൊപ്പം ഫെഡറിക്കും ഉണ്ട്. ഫെഡറിക്ക് വല്ലാത്ത ആകാംക്ഷയിലാണ്. ഇത്രയും സമയം ഫെഡറിക് നിശബ്ദനായി മാർക്ക് പറയുന്നത് കേട്ട് നിൽക്കുകയായിരുന്നു. ആരും അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതും ഫെഡറിക് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്ത് സംഭവം? ഡോക്ടർ ഫെഡറിക്, നിങ്ങൾ ആ ആർമി ഡെപ്യൂട്ടി ചീഫ് പറഞ്ഞ കാര്യം മറന്നുപോയോ? അവരുടെ ഫാക്ടറി സന്ദർശിക്കാനായി ആർമിയുടെ ഡെപ്യൂട്ടി ചീഫ് വന്നപ്പോൾ അയാൾ ഒരു കാര്യം ഫെഡറിക്കിനോടും മാർക്കിനോടും പറഞ്ഞിരുന്നു. മാർക്ക്, ഡെപ്യൂട്ടി ചീഫ് പറഞ്ഞത് ഉള്ളതാണോ? ശരിക്കും ഡെപ്യൂട്ടി ചീഫ് മാർക്കിനെ മെഡിസിനൽ കോൺഫറൻസിലേക്ക് ഒരു എൻട്രി കൊടുക്കാമെന്ന് അവിടെ വെച്ച് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഫെഡറിക് ശരിക്കും സന്തോഷത്തോടെ അത് കേട്ടതുമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഫെഡറിക് മറന്നുപോയതാണ്. ഇപ്പോൾ മാർക്ക് വീണ്ടും അത് പറഞ്ഞപ്പോൾ ഫെഡറിക്കിന് ആ സംഭവം ഓർമ്മ വന്നു. മാർക്ക്, സത്യമായിട്ടും ഡെപ്യൂട്ടി ചീഫ് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. അങ്ങനെ ഫെഡറിക്കും മാർക്കും കൂടെ സംസാരിക്കുമ്പോൾ മാർക്ക് അയാൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഫെഡറിക്കിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഫെഡറിക്കിന് ശരിക്കും കൊണ്ട് സന്തോഷം വരികയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫെഡറിക് ആ കോൺഫറൻസിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷെ എപ്പോഴും താഴത്തെ ലെവലിൽ വെച്ച് ഫെഡറിക് പരാജയപ്പെടും. ഇപ്പൊ ഇതാ ഫെഡറിക്കിന്റെ വലം കൈ മാർക്ക് ഫെല്ലർ ഫൈനലിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഫൈനലിൽ എത്തുക എന്നുള്ള ചിന്ത പോലും വല്ലാതെ ആഹ്ലാദം ഉണ്ടാക്കുന്നതാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ
ഫ്രെഡറിക്കിന് ശരിക്കും കൊണ്ട് സന്തോഷം വരികയാണ്. അയാൾ ശരിക്കും മാർക്കിന്റെ വിജയം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കിന് ഫൈനലിലേക്ക് നേരിട്ട് സെലക്ഷൻ കിട്ടിയെന്ന് കേട്ടപ്പോൾ ഫ്രെഡറിക്കിന് ആ സന്തോഷം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതേക്കുറിച്ച് ഫ്രെഡറിക്കിനെ ആലോചിക്കുമ്പോൾ ഒരു പട്ടാള വാഹനം ആ ബിൽഡിങ്ങിന്റെ മുന്നിൽ അതിൽ നിന്ന് പുറത്തിറങ്ങിയത് സാക്ഷാൽ ഡാനി ഹോൾഡർ തന്നെയാണ്. ഡാനി ഹോൾഡർ നടന്ന് നേരെ മാർക്കിനടുത്തേക്ക് വന്നു. ഏയ് മാർക്ക്, വീണ്ടും നമ്മൾ കണ്ടു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹോൾഡർ വരുന്നു. പട്ടാള യൂണിഫോമിൽ ഒരു ഉദ്യോഗസ്ഥൻ ആ ഹാളിനകത്തേക്ക് കടക്കുന്നത് അവിടെ ആ ഒഫീഷ്യൽ ടീം കണ്ടു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എണീറ്റ് ആ പട്ടാള ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് വന്നു. തന്റെ അടുത്തേക്ക് വരുന്ന ആ ടീമിന്റെ നേതാവെന്ന് തോന്നിക്കുന്ന ഡോക്ടർ സഹീറിനോടായി ഹോൾഡർ പറഞ്ഞു, നിങ്ങളാണോ ഈ ഓഫീസിന്റെ ചുമതലക്കാരൻ? അതെ, ഞാനാണ് ഡോക്ടർ സഹീർ. ഞാനാണ് ഈ ട്രഡീഷണൽ കോൺഫറൻസിന്റെ ചെയർമാൻ. ഓ ഡോക്ടർ സഹീർ, എനിക്കറിയാം ഡോക്ടർ സഹീർ, ഞാൻ ഒരു ഓർഡറുമായാണ് വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഹോൾഡർ അയാൾ കൊണ്ടുവന്ന ഓർഡർ സഹീറിന്റെ കയ്യിലേക്ക് കൊടുത്തു. സഹീർ ആ കവർ പൊട്ടിച്ച് അതിനകത്തുള്ള പേപ്പർ പുറത്തെടുത്ത് ഒന്ന് വായിച്ചു നോക്കുകയാണ്. ശരിക്കും ആ പേപ്പറിലൂടെ കടന്നുപോയ സഹീറിന്റെ മുഖം ആകെ വിളറി. കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ആ ഓർഡർ വന്നിരിക്കുന്നത്. ഈ ട്രഡീഷണൽ മെഡിസിൻ കോൺഫറൻസിനെ സ്പോൺസർ ചെയ്തതും കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓർഡർ വന്നിരിക്കുന്നത്. മാർക്ക് ഫെല്ലറെ ആ മത്സരത്തിന്റെ ഫൈനലിലേക്ക് കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ പ്രതിനിധിയാണ് മാർക്ക് ഫെല്ലർ. കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് മാർക്ക് ഫെല്ലർ യഥാർത്ഥത്തിൽ ആ കോമ്പറ്റീഷന്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഗവൺമെന്റ് പ്രതിനിധിയാണ് മാർക്ക് എന്ന അർത്ഥം. വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാര്യം ആ ഓർഡറിനകത്ത് സൂചിപ്പിക്കുകയാണ്. ശരിക്കും ഓർഡർ വായിച്ച ഡോക്ടർ സഹീർ ഞെട്ടി എന്ന് തന്നെ പറയാം. പക്ഷെ എന്നിട്ടും അയാൾ തന്റെ മുന്നിൽ നിൽക്കുന്ന ഹോൾഡറോട് പറഞ്ഞു, ഹേയ്, ഇതെങ്ങനെ ശരിയാവും? നിങ്ങളെന്താ ഗവൺമെന്റിനെ ധിക്കരിക്കാൻ പോവുകയാണ്? ഡോക്ടർ സഹീറിനോട് ഹോൾഡർ അങ്ങനെ ചോദിച്ചതും ഡോക്ടർ സഹീർ ഒന്ന് പാത്തറി. മുന്നിൽ നിൽക്കുന്നത് ശരിക്കും ആർമി ഉദ്യോഗസ്ഥനാണ്. മിലിറ്ററി ഡിസ്ട്രിക്റ്റിനെയും കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിനെയും ചോദ്യം ചെയ്യാനാകില്ല എന്ന് സഹീറിന് നന്നായിട്ട് അറിയാം. ആ ബോധം മനസ്സിലേക്ക് വന്നതും സഹീർ ചിരിച്ചുകൊണ്ട് ഹോൾഡറോട് പറഞ്ഞു, ഹേയ് അല്ല, ഞാൻ വെറുതെ നോക്ക് ഡോക്ടർ സഹീർ, മാർക്ക് ഫെല്ലർ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. മാർക്ക് ഫെല്ലർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അങ്ങനെ പറഞ്ഞിട്ട് ഹോൾഡർ തിരിഞ്ഞ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ കൂടുതൽ നേരം നിൽക്കുന്നില്ല, എനിക്ക് ഒഫീഷ്യൽ ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ പറഞ്ഞ് ഹോൾഡർ പുറത്തിറങ്ങി. ശരിക്കും ഡാനി ഹോൾഡർ മാർക്കിനെ കാണാനും ആ ഓർഡർ കൊടുക്കാൻ വേണ്ടി മാത്രം അവിടേക്ക് വന്നതാണ്. ഫ്രെഡറിക് ആകെ സന്തോഷത്തിലാണ്. നേരത്തെ മാർക്ക് ഫെല്ലർ പറയുമ്പോഴും അയാള് അത് സത്യമാണെന്ന് അറിയാമായിരുന്നിട്ടും വിശ്വസിക്കാൻ ലേശം പാടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ ആ സംഭവം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരു കോപ്പി മാർക്ക് ഫെല്ലർക്കും കൊടുത്തിട്ടാണ് ഹോൾഡർ പോയിരിക്കുന്നത്. ഹോൾഡറിന്റെ വാഹനം അവിടെ നിന്ന് പാഞ്ഞു പോകുമ്പോൾ ഡോക്ടർ സഹീർ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ഇതുകൊണ്ടൊന്നും നീ വിജയിച്ചു എന്ന് കരുതണ്ട. അങ്ങനെ ഡോക്ടർ സഹീർ പറയുമ്പോൾ സഹീറിന്റെ മുഖത്ത് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. ഡോക്ടർ സഹീറിന്റെ മുഖത്തെ ആ ഭാവം കണ്ട മാർക്ക് ഡോക്ടർ സഹീറിനോട് ചോദിച്ചു, ഡോക്ടർ സഹീർ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഏയ് മാർക്ക്, ഇത് മിഡിൽ സിറ്റി അല്ല, ഇത് സ്റ്റിൽ ടൗൺ ആണ്. ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആർമിയും കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റും ഒക്കെ എന്ത് തീരുമാനിച്ചാലും ആത്യന്തികമായി ട്രഡീഷണൽ മെഡിസിന്റെ ചിൽഷെയർ പ്രോവിൻസിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഡോക്ടർ സഹീറിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞപ്പോ മാർക്ക് അയാളൊന്ന് നോക്കി ചിരിച്ചിട്ട് ഫ്രെഡറിക്കുമായി പുറത്തേക്ക് ഇറങ്ങി. അവർ രണ്ടുപേരും ഹോട്ടലിൽ മടങ്ങിയെത്തുമ്പോൾ ഫ്രെഡറിക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതൊരു ചാൻസ് ആണ്. പക്ഷേ അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സഹീർ ആള് ലേശ കുഴപ്പക്കാരനാണ്. മാർക്ക് ഫ്രെഡറിക്കിനോട് പറഞ്ഞു, ഡോക്ടർ ഫ്രെഡറിക്, നമ്മൾ ആ കാര്യം ഒന്നും നോക്കണ്ട, നമ്മൾ മത്സരിക്കും, നമ്മൾ വിജയിക്കും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഡോക്ടർ ഫ്രെഡറിക്കിനോട് പറഞ്ഞു, ഡോക്ടർ, ഞാനേ കോൺഫറൻസിൽ ഉണ്ടാക്കേണ്ട ആ മരുന്ന് ഉണ്ടാക്കാൻ ഒന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാം. ശരിക്കും ഇനി 48 മണിക്കൂറേ സമയമുള്ളൂ. 48 മണിക്കൂർ കഴിയുമ്പോൾ മത്സരം ആരംഭിക്കും. അതിനിടയിൽ മാർക്കിന് ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടതും മാർക്കിനെ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കേണ്ടത് ആ ഫ്ലെയിം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. ആ ഫ്ലെയിം ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ മാർക്ക് എക്സ്പെർട്ട് ആയാൽ മാർക്കിന് വളരെ മെച്ചപ്പെട്ട ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റും. സാധാരണ ഏത് ശൈലിയിലുള്ള തീ കൊടുത്ത് ഫർണസ് ചൂടാക്കി ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഉൽപ്പന്നമായിരിക്കും സ്പിരിച്വൽ ഫയർ വഴി ഉണ്ടാക്കുന്ന ഉൽപ്പന്നം. സാധാരണ തീയിലൂടെ നമ്മൾ ഫർണസ് ചൂടാക്കി ഏത് ഉൽപ്പന്നം ഉണ്ടാക്കിയാലും മാർക്കിന്റെ സ്പിരിച്വൽ ഫയർ വഴി ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ അത്രയും എത്തത്തില്ല. സ്പിരിച്വൽ ഫയർ ശരിക്കും ഒരു സംഭവമാണ്. അത് പക്ഷേ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. മാർക്കിന് നീല നിറത്തിലുള്ള ഒരു ഫ്ലെയിം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് മാത്രം. അതിനെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി മാർക്ക് എങ്ങനെ നേടി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ ഉറക്കം വരുന്നവരെയും മാർക്ക് ആ ഫ്ലെയിം നിയന്ത്രിക്കാനുള്ള പരീക്ഷണത്തിലേക്ക് കടക്കുകയായിരുന്നു. അനവധി സാധനങ്ങളാണ് മാർക്ക് ഇതിനിടയിൽ കത്തിച്ച് കളഞ്ഞത്. ശരിക്കും മാർക്കിന്റെ ശരീരത്തിലെ മുഴുവൻ സ്പിരിച്വൽ എനർജിയും മാർക്കിനെ ചലിപ്പിച്ച് ആ കയ്യിൽ എത്തിക്കാൻ പറ്റും. ആ കയ്യിൽ നിന്ന് ഫ്ലെയിം പുറത്തേക്ക് വരികയും ചെയ്യും. പക്ഷെ അതിനെ ഒരു ചെറിയ പോയിന്റിലേക്ക്, 1 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നിടത്താണ് മാർക്ക് പരാജയപ്പെടുന്നത്. ആ കപ്പാസിറ്റി കിട്ടാൻ വേണ്ടി മാർക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ സഹീർ ഒരു വീട്ടിൽ എത്തിയിട്ടുണ്ട്. ആ വീട്ടിലെ ആതിഥേയനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ സഹീർ. അവൻ ആള് മിടുക്കനാണ്. ചിൽടൗണിലെ തോംസൺ കുടുംബത്തെയും
സൗത്ത് സിറ്റിയിലെ ലിയോ കുടുംബത്തെയും അവൻ പരാജയപ്പെടുന്നത് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ച കാര്യമാണ്. മാസ്റ്റർ സാഹോ, അതൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ തേടി വന്നത്. മാർക്ക് ഫെല്ലറെ കുറിച്ച് ഡോക്ടർ സഹീർ കാര്യമായ ഒരു പഠനം ഇതിനിടയിൽ നടത്തിയിരുന്നു. ഡോക്ടർ സഹീർ മാസ്റ്റർ സാഹോയെ കാണാൻ വന്നിരിക്കുന്നത് ഒരു ആവശ്യവുമായിട്ടാണ്. മാർക്ക് ഫെല്ലർ ആ മെഡിസിൻ കോൺഫറൻസിൽ പങ്കെടുക്കാൻ അവന് പറ്റരുത്. അവനെ കൊന്നാലും വേണ്ടില്ല. അങ്ങനെ നിർബന്ധപൂർവ്വം ഡോക്ടർ സഹീർ പറഞ്ഞപ്പോൾ മാസ്റ്റർ സാഹോ ഒന്ന് വിലപേശിച്ചു തുടങ്ങി. അവസാനം ഒരു അടിപൊളി മെഡിസിൻ പ്ലാന്റ് അയാൾ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ഡോക്ടർ സഹീർ പുറത്തെടുത്തു. ശരിക്കും ഔഷധ മൂല്യമുള്ള ചെടിയെ കണ്ടപ്പോൾ സാഹോയുടെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സാഹോ ഡോക്ടർ സഹീറിനോട് പറഞ്ഞു, ഓക്കെ, ഇനി അവനെ കുറിച്ച് ആലോചിക്കണ്ട. അങ്ങനെ ഡോക്ടർ സഹീറിനോട് പറഞ്ഞ ആ വ്യക്തി ഇന്റർണൽ സ്ട്രെങ്ത് പാസ് മാസ്റ്ററായ സാഹോ മാസ്റ്റർ ചിൽടൗണിൽ എല്ലാവരും അറിയും. ഡോക്ടർ സഹീർ അയാളുടെ ബാഗിൽ നിന്ന് ഒരു ചെറിയ പെട്ടി പുറത്തെടുത്തു. ശരിക്കും മനോഹരമായി പാക്ക് ചെയ്തിരിക്കുന്ന ആ പെട്ടിക്കകത്ത് വളരെ വിലപിടിപ്പുള്ള ഒരു ഔഷധ സസ്യത്തിന്റെ വേരുകളാ ഉള്ളത്. ആ പെട്ടി തുറന്ന് സാഹോ മാസ്റ്ററെ കാണിച്ചിട്ട് ഡോക്ടർ സഹീർ സാഹോ മാസ്റ്ററോട് പറഞ്ഞു, ഇത് അവനെ കൊല്ലാനുള്ള ഒരു അഡ്വാൻസ് ആണ്. മാർക്ക് ഫെല്ലറുടെ കൈയും കാലും തല്ലിയൊടിച്ചാൽ മതിയെന്നാണ് തുടക്കത്തിൽ പറഞ്ഞെങ്കിലും ഇപ്പോ ഡോക്ടർ സഹീർ ആ ഐഡിയക്ക് മാറ്റിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ വകവരുത്താനായി അയാൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇവർ തമ്മിലുള്ള ഈ സംഭാഷണം കഴിഞ്ഞ് ഏകദേശം ഒരു 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഫെഡറിക്കും മാർക്കും കൂടി മാർക്കറ്റിലോട്ട് ഇറങ്ങി. ചിൽഷെയറിന്റെ തലസ്ഥാനമായ ചിൽടൗണിലെ മാർക്കറ്റിൽ എന്തെങ്കിലും വാങ്ങാൻ കിട്ടുമെന്ന് മാർക്കിന് അറിയാം. ഔഷധ മൂല്യമുള്ള ചെടിയാണ് മാർക്കിന്റെയും ഫെഡറിക്കിന്റെയും ടാർഗറ്റ്. ചെടിയുടെ തണ്ടോ വേരോ കായോ വിത്തോ എന്ത് കിട്ടിയാലും അവർക്ക് സമ്മതം തന്നെ. അതിനുവേണ്ടി മാർക്കറ്റിലോട്ട് ഇറങ്ങിയ അവർ ഓരോ സ്ഥലങ്ങളായി അങ്ങനെ നോക്കി വരികയാണ്. അവരങ്ങനെ മാർക്കറ്റിൽ ഓരോരോ സ്ഥലങ്ങൾ കണ്ടുവരുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു ആളെത്തി. സാക്ഷാൽ വിക്കി ലാമിംഗ് ആണ് അവരുടെ മുന്നിലേക്ക് വന്നത്. വിക്കി ലാമിങ്ങിനെ ഏകദേശം ഒരു 20 അടി അപ്പുറത്തായി കണ്ടതും മാർക്ക് ഡോക്ടർ ഫെഡറിക്കിനെ മാർക്കിന്റെ അടുത്തേക്ക് പതുക്കെ ചേർത്ത് നിർത്തി. മാർക്ക്, എന്തു പറ്റി? ഡോക്ടർ ഫെഡറിക്, ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് വിക്കി ലാമിങ്ങിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വിക്കി ലാമിങ് അതിവേഗം മാർക്കിനടുത്തേക്ക് വരികയാണ്. മാർക്കിനടുത്തേക്ക് വന്ന വിക്കി മാർക്കിനെ കണ്ടതും മാർക്കിനെ സംബോധന. ഹലോ മാർക്ക്. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്നോട് പ്രതികാരം ചോദിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. മാർക്കിന്റെ ചോദ്യം പെട്ടെന്നാണ്. ആ ചോദ്യം കേട്ടതും വിക്കി ലാമിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. അവരും മാർക്കും തമ്മിലുള്ള ആ ഫൈറ്റിൽ ഞാൻ പങ്കാളിയല്ലല്ലോ. അതുമാത്രമല്ല, ശക്തിയുള്ള ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയുമാണ്. മാർക്ക്, ഞാൻ യഥാർത്ഥത്തിൽ മാർക്കുമായി ഒരു സൗഹൃദം ആഗ്രഹിക്കുന്ന ആളാണ്. വിക്കി ലാമിങ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ഒന്ന് തണുത്തു. മാർക്ക് വിക്കിയോട് പറഞ്ഞു, ഓക്കെ. മാർക്ക് ഓക്കെ എന്ന് പറഞ്ഞതും വിക്കി മാർക്കിനോട് ചോദിച്ചു, അല്ല, നിങ്ങളെന്താ ഈ മാർക്കറ്റിൽ? ഞങ്ങള് കുറച്ച് മെഡിസിൻ പ്ലാന്റ്സോ അതിന്റെ അനുബന്ധ സാധനങ്ങളോ ഉണ്ടോ നോക്കി വന്നതാണ്. അതിനാണ് നിങ്ങൾ ഇവിടെ വന്നത്? അത് ഇവിടെയല്ല, കുറച്ചുകൂടെ മാറിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിക്കി അവരോടൊപ്പം നടന്നു. വിക്കിയെ കിട്ടിയപ്പോൾ അവർക്ക് ഒരു സന്തോഷമായി. വിക്കി ലാമിങ്ങും മാർക്കും ഡോക്ടർ ഫെഡറിക്സും കൂടി ആ മെഡിസിൻ പ്ലാന്റ്സ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന മേഖലയിലേക്ക് വന്നു. ശരിക്കും ചിൽടൗണിലെ ഒരു തെരുവ് തന്നെ മെഡിസിൻ പ്ലാന്റ്സിന്റെ വിൽപ്പനയ്ക്കായി നീക്കി വെച്ചിരിക്കുകയാണ്. ചെടികളുടെ നേഴ്സറിയാണ് അവിടെ ഉള്ളതെന്ന് പറയാം. ഔഷധ സസ്യങ്ങളുടെ നേഴ്സറി ആണെന്ന് മാത്രം. ഒരുപാട് ചെടികളുണ്ട്. ആ ചെടികൾ വിൽക്കുന്ന അതേ നേഴ്സറി തന്നെ അവയുടെ വേരും കായ്കളും വിത്തും ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളുമുണ്ട്. ആ ഷോപ്പുകളിലെ സാധനങ്ങളും നേഴ്സറികളിലെ ചെടികളും ഒക്കെ പരിശോധിച്ച മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. അതൊന്നും അത്ര നിലവാരമുള്ളവയല്ല. ആ ചെടികളും വിത്തും കായ്കളൊക്കെ മാർക്ക് ഓരോ നഴ്സറി ചെല്ലുമ്പോഴും പരിശോധിക്കുന്ന കണ്ട വിക്കി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് മാർക്ക് ഉദ്ദേശിക്കും പോലെ സാധനങ്ങൾ ലഭിക്കുന്ന സ്ഥലമൊന്നുമല്ല. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ്. ഇവിടെ വരുന്ന സഞ്ചാരികളെ പറ്റിക്കാൻ വേണ്ടി ഇവിടത്തുകാർ തട്ടിക്കൂട്ടിരിക്കുന്ന പരിപാടിയാണ്. നല്ല സാധനം വരുന്നത് ഇവിടെയൊന്നും അല്ല. വിക്കി എന്താ പറഞ്ഞേ? അതേ മാർക്ക്, നല്ല സാധനങ്ങൾ ഇവിടെയല്ല വിൽപ്പനയ്ക്ക് വരുന്നത്. അവിടേക്ക് ഞാൻ മാർക്കിനെ കൊണ്ടുപോവാം. അങ്ങനെ വിക്കി ലാമിങ് പറയുമ്പോൾ മാർക്ക് ഫെല്ലർക്ക് ശരിക്കും ഒരു ശക്തന്റെ സാന്നിധ്യം ഫീൽ ചെയ്തു തുടങ്ങി. മാർക്ക് സ്പിരിച്വൽ എനർജി ഗ്യാദർ ചെയ്യാനുള്ള ടെക്നിക്ക് പഠിച്ചതിന് ശേഷം റിഫൈനിങ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്പിരിച്വൽ എനർജി മാർക്കിന്റെ ശരീരത്തിൽ മാർക്ക് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് മാർക്കിന് ഇന്റേണൽ എനർജി അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി ഉള്ള ആളുകളുടെ സാന്നിധ്യം കൃത്യമായി അറിയാൻ പറ്റും. ഒരാളുടെ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് അയാൾക്ക് സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം
അറിയാനുള്ള കഴിവ് കൂടിക്കൂടി വരും. ആദ്യം നമുക്ക് ചുറ്റും 1-2 മീറ്ററിനകത്ത് ആ സാന്നിധ്യം ഉണ്ടെങ്കിലായിരിക്കും നമ്മൾ അറിയുക. ക്രമേണ ആ ചുറ്റളവ് അങ്ങ് വർദ്ധിക്കും. 4 മീറ്ററും 5 മീറ്ററും 10 മീറ്ററും 20, 50, 100 ഒക്കെ ആയിട്ട് വർദ്ധിക്കും. വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അതിന് സെൻട്രലൈസ് നിൽക്കുന്ന ആളിന്റെ ശക്തി വർദ്ധിക്കുന്നു എന്നാണ്. മാർക്കിന് ഇപ്പോൾ ഏകദേശം 50 മീറ്ററിനകത്ത് സ്പിരിച്വൽ എനർജി സാന്നിധ്യം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. മാർക്ക് അങ്ങനെയാണ് ആ സ്പിരിച്വൽ എനർജി സാന്നിധ്യം കണ്ടുപിടിച്ചത്. പക്ഷെ മാർക്ക് അറിഞ്ഞ സ്പിരിച്വൽ എനർജിക്ക് വല്ലാത്തൊരു ശക്തി ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്ക് ആ സ്പിരിച്വൽ എനർജിയുടെ കേന്ദ്രഭാവം എന്ന് മാർക്കിന് തോന്നിയ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ നടന്നു വരുന്നതാണ് മാർക്ക് കാണുന്നത്. മാർക്ക് ആ ഭാഗത്തേക്ക് നോക്കുന്ന കണ്ടതും വിക്കി ലാമിങ്ങും അങ്ങോട്ട് നോക്കി. വിക്കി നടന്നു വരുന്ന ആഗതനെ കണ്ടതും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് സാഹോ മാസ്റ്ററാണ്. സാഹോ മാസ്റ്ററോ? അതേ മാർക്ക്, അയാളൊരു പാസ്റ്റ് മാസ്റ്ററാണ്. ഇന്റേണൽ എനർജി മാസ്റ്റർ 9 ലെവലും കഴിയുമ്പോഴാണ് ഇന്റേണൽ എനർജി മാസ്റ്റർ ഹാൻഡ്സ് തുടങ്ങുന്നത്. അതും 9 കഴിയുമ്പോഴാണ് ഇന്റേണൽ എനർജി പാസ്റ്റ് മാസ്റ്റർ ആരംഭിക്കുന്നത്. ആ പാസ്റ്റ് മാസ്റ്റർ ലെവലിലുള്ള ഒരു കക്ഷിയാണ് അങ്ങോട്ട് വരുന്നത്. ശരിക്കും അയാൾ അതിശക്തനാണ്. മാർക്കിനേക്കാൾ വളരെ മുകളിൽ നിൽക്കുന്ന കഥാപാത്രമാണെന്ന് അർത്ഥം. സാഹോ മാസ്റ്റർ അടുത്തേക്ക് വരുന്ന കണ്ടതും മാർക്ക് വിക്കിയോട് പറഞ്ഞു, വിക്കി, ഒരു ഉപകാരം ചെയ്യണം. ഡോക്ടർ ഫെഡറിക്സിനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോകണം. അത് കേട്ടപ്പോൾ ഫെഡറിക്സ് പറഞ്ഞു, ഏയ് മാർക്ക്, അത് വേണ്ട, ഞാനിവിടെ നിൽക്കാം. അതല്ല ഡോക്ടർ, ഡോക്ടർ ഇവിടെ നിന്നാൽ ശരിയാവില്ല. വിക്കി ലാമിങ് മാർക്ക് പറഞ്ഞനുസരിച്ച് പെട്ടെന്ന് തന്നെ ഡോക്ടർ ഫെഡറിക്സുമായി അവിടുന്ന് പുറത്തേക്ക് കടന്നു. അവിടെ ഒരു ഫൈറ്റ് നടക്കാൻ പോവുകയാണെന്നും ആ ഫൈറ്റിൽ ഡോക്ടർ ഫെഡറിക്സിന് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ടെന്നും വിക്കി ലാമിങ്ങിനും അറിയാം. അതുകൊണ്ട് കൂടിയാണ് മാർക്ക് പറഞ്ഞപ്പോൾ വിക്കി ലാമിങ് ഫെഡറിക്സുമായി ആ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ വിക്കി ഫെഡറിക്സുമായി അതിവേഗം അയാളുടെ വാഹനത്തിൽ വിക്കിയുടെ വീട്ടിലേക്ക് തിരിച്ചു. ഈ സമയത്ത് മാർക്കിന്റെ അടുത്തേക്ക് നടന്നെത്തിയ സാഹോ മാസ്റ്റർ മാർക്കിനോട് ചോദിച്ചു, ഏയ്, നീയല്ലേ മാർക്ക് ഫെല്ലർ? അതെ, ഞാനാണ് മാർക്ക് ഫെല്ലർ. എന്താ വേണ്ടേ? വേറൊന്നും വേണ്ട, എനിക്ക് ഒരാൾ ഒരു ഓർഡർ നൽകിയിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്കൊരു കൊട്ടേഷൻ എന്നൊക്കെ പറയാം. നിന്നെ കൊല്ലാനുള്ള കൊട്ടേഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് കേട്ടപ്പോൾ മാർക്ക് ഒന്ന് ചിരിച്ചു. മാർക്ക് സാഹോ മാസ്റ്ററോട് പറഞ്ഞു, ഹേയ്, അതൊന്നും നടക്കത്തില്ല, നിങ്ങളുടെ കൊട്ടേഷൻ പരാജയപ്പെടും. അങ്ങനെയാണോ മിസ്റ്റർ മാർക്ക് ഫെല്ലർ? നീ സമർത്ഥനാണെന്നും മിടുക്കനാണെന്നും ഒക്കെ എനിക്കറിയാം. നീ ലിയോ കുടുംബത്തിലെ ഷൈനെയും തോംസൺ കുടുംബത്തിലെ ഷോണിനെയൊക്കെ തോൽപ്പിച്ചത് ഞാനും അറിഞ്ഞ കാര്യങ്ങളാണ്. അതെന്തോ ആവട്ടെ, എനിക്ക് നിന്നെ കൊല്ലാനുള്ള കൊട്ടേഷൻ കിട്ടിയതുകൊണ്ട് നിന്നെ കൊല്ലാതിരിക്കാനും പറ്റില്ല. എനിക്കറിയാം നിനക്ക് നല്ല പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്, വളർന്ന് വലിയ ആളാകേണ്ടാണെന്നും അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് ഒരു കൊട്ടേഷൻ കിട്ടപ്പോൾ അത് ഏറ്റെടുത്തല്ലേ പറ്റൂ. ഏയ്, വെറുതെ സംസാരിച്ച് സമയം കളയാതെ നിങ്ങൾ വന്ന കാര്യം ചെയ്യാൻ നോക്ക്. പെട്ടെന്നാണ് മാർക്ക് അങ്ങനെ പറഞ്ഞത്. മാർക്ക് ഒരു ഭയവുമില്ലാതെ അങ്ങനെ പറഞ്ഞതും സാഹോ ഒന്ന് ചിരിച്ചു. ശരിയാ, എന്തിനാ ഞാൻ സമയം വെറുതെ മെനക്കെടുത്തുന്നത്? സാഹോ മാസ്റ്റർ അങ്ങനെ സംസാരിക്കുമ്പോൾ ആ മാർക്കറ്റിൽ ഔഷധ സസ്യങ്ങൾ നോക്കാനും വാങ്ങാനും വന്ന ആളുകളും യാത്രക്കാരായ ആളുകളും ഒക്കെ പെട്ടെന്ന് സാഹോ മാസ്റ്റർ തിരിച്ചറിയുകയാണ്. അയ്യോ, അത് മാസ്റ്റർ സാഹോ അല്ലേ? മാസ്റ്റർ സാഹോ ഒരു പാസ്റ്റ് മാസ്റ്ററാണ്. ആളുകൾ ആ അഭിപ്രായം പറഞ്ഞിട്ട് മറുഭാഗത്തേക്കുന്ന മാർക്ക് ഫെല്ലർ നോക്കി. അയ്യോ, അതൊരു പാവം ചെറുപ്പക്കാരനല്ലേ, അയാളെ മാസ്റ്റർ സാഹോ കൊല്ലൂ. ആളുകൾ അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും സാഹോ മാസ്റ്റർ മുന്നോട്ട് കുതിക്കുകയാണ്. ശരിക്കും അയാൾ സമയം കളയാൻ ഇഷ്ടപ്പെടാത്ത കക്ഷിയാണെന്ന് മുന്നോട്ടുള്ള ആ കുതിപ്പ് വിളിച്ചു പറയുകയാണ്. കണ്ണടച്ച് തുറക്കും മുമ്പേ അയാൾ കുതിച്ച് മാർക്ക് ഫെല്ലറുടെ മുന്നിലെത്തി. ശക്തമായ ഒരു പഞ്ചോടുകൂടി അയാൾ ആരംഭിക്കുകയാണ്. അതിശക്തമായ ഒരു ഒറ്റയിടി. അയാൾ അതിശക്തമായി മാർക്ക് ഫെല്ലറെ ഇടിച്ചതും മാർക്ക് അതേപോലെ തന്നെ മറു കൈകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്തു. സാഹോ മാസ്റ്ററുടെ അതിശക്തമായ ഇടി ഇന്റേണൽ എനർജി കൂടി ഉപയോഗപ്പെടുത്തിയായിരുന്നു. സ്വാഭാവികമായിട്ടും മാർക്കിന്റെ കൈയിലേക്ക് സാഹോ മാസ്റ്ററുടെ കൈ എത്തുമ്പോൾ ഒരു കാറ്റും കൂടി കൂടെ വന്നിരുന്നു. ആ കാറ്റ് ചുറ്റുവട്ടത്തുള്ള ചെടികളെ മൂടോടെ പിഴുതെടുക്കുകയായിരുന്നു. ചെടികളും ഒക്കെ ആകാശത്തേക്ക് പറന്നു ഉയർന്നപ്പോൾ അവിടെ ഒരു പൊടിപടലം തന്നെ ഉണ്ടായി. ആ പൊടിപടലങ്ങൾ ഉയർന്നപ്പോൾ തന്നെ ഇടിയുടെ ശബ്ദം എല്ലാവരും കേൾക്കുകയും ചെയ്തു. പക്ഷെ ആളുകൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ ചെടികളൊക്കെ താഴെ വീണ് കഴിഞ്ഞതും അവർ ആ കാഴ്ച കണ്ടു. മാസ്റ്റർ സാഹോയുടെ ഇടിയേറ്റിട്ടും വീഴാതെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ട ആളുകൾ അത്ഭുതത്തോടെ ആ ചെറുപ്പക്കാരനെ തന്നെ നോക്കുകയാണ്. ഏയ്, ഇത് അതിശയമായിരിക്കുകയാണല്ലോ, മാസ്റ്റർ സാഹോയുടെ ഇടി തടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരനോ? ആളെയൊക്കെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ആ ആൾക്കൂട്ടത്തിൽ ഒരാൾ മാർക്ക് ഫെല്ലറെ തിരിച്ചറിയുന്നത്. ഏയ്, അത് മാർക്ക് ഫെല്ലറാണ്. സൗത്ത് സിറ്റി വെച്ച് ലിയോ ഷൈനെ തോൽപ്പിച്ചത്
ഈ മാർക്ക് ഫെല്ലറാണ്. അവിടെ സൗത്ത് സിറ്റിയിലെ വാട്ടർ കേവിൽ വെച്ച് ഷൈനും മാർക്കും തമ്മിലുണ്ടായ ആ ഫൈറ്റ് നേരിട്ട് കണ്ട കക്ഷിയാണ് ആ ചെറുപ്പക്കാരൻ. അയാൾ അങ്ങനെ പറഞ്ഞതും ആളുകൾക്ക് ഒരു ആവേശം. മാർക്ക് ഫെല്ലർ ഇപ്പൊ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാർക്ക് ഫെല്ലറാണ് ആ വിദേശിയായ ഫ്യൂജിറ്റീവിനെ കൊന്നതെന്നുള്ള ഒരു കിംവദന്തിയും ചിൽറ്റൗണിൽ പരന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്ക് ഫെല്ലറെ കാണാനും പരിചയപ്പെടാനും ആളുകൾക്ക് വലിയ താല്പര്യമാണ്. ആരുടെ കയ്യിലും മാർക്ക് ഫെല്ലറുടെ ഫോട്ടോ ഇല്ല എന്നതുകൊണ്ടാണ് മാർക്കിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. മറുഭാഗത്തുള്ളത് മാർക്ക് ഫെല്ലറാണെന്ന് കേട്ടപ്പോൾ ചെറുപ്പക്കാർക്കും ഒരു ആവേശം. എന്നാൽ ഇതേ സമയത്ത് മാസ്റ്റർ സാഹോ ലസ് കൗതുകത്തോടെ മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കി. ഓഹോ, നിന്നെക്കുറിച്ച് കേൾക്കുന്നത് അപ്പോ സത്യമാണല്ലേ? മാർക്ക് ഫെല്ലറെ കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ പ്രചരിച്ചു വരുമ്പോൾ അതിലൊരു ഹൈപ്പുണ്ട്. ആ ഹൈപ്പ് കള്ളമാണെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു സാഹോ മാസ്റ്റർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അയാളുടെ ആദ്യത്തെ ആ പഞ്ച് മാർക്ക് തടുത്തപ്പോൾ മാസ്റ്റർക്കും ഇപ്പോ ഒരു വിശ്വാസം വരികയാണ്. ഏയ് മാർക്ക് ഫെല്ലർ, എനിക്ക് ഇഷ്ടമായി. സത്യമായിട്ടും നിന്നെ ഇനി തല്ലുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊട്ടേഷൻ എടുത്തുപോയി. അതുകൊണ്ട് മാർക്ക് പ്ലീസ് കെയർഫുൾ. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും മാസ്റ്റർ സാഹോ മുന്നോട്ട് കുതിച്ചു. ഇപ്പം അയാളുടെ ശക്തി ഒന്ന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആ ശക്തി വർദ്ധിച്ചു എന്ന് ഒറ്റ നോട്ടത്തിന് വ്യക്തമാണ്. അയാൾ മുന്നോട്ട് കുതിച്ചപ്പോ ആ കുതിപ്പിന്റെ ഒരു ശക്തിയിൽ ശരിക്കും കാറ്റടിക്കുകയാണ്. ആ കാറ്റ് തറയിലുള്ള മണ്ണും പൊടിയും ചെടിയും നേരത്തെ അടർന്നു വീണ ആ ചെടിച്ചട്ടികളും എല്ലാം ഒന്നുകൂടി പൊക്കിയെടുക്കുകയാണ്. ഇപ്പോൾ അയാൾ അങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോൾ ശരിക്കും അയാൾക്കൊപ്പം എന്തൊക്കെയോ സാധനങ്ങൾ മുന്നോട്ട് കുതിച്ചു വരികയാണ്. അതിനിടയിലൂടെ മുന്നോട്ട് കുതിച്ച് സാഹോ മാസ്റ്റർ ശരിക്കും ആകാശത്തേക്ക് ചാടി ഉയർന്ന് ആകാശത്ത് നിന്ന് താഴേക്ക് കുതിച്ചൊരു ഒറ്റ ഇടി. ആ ഇടി അതേപോലെ തന്നെ മാർക്ക് ഫെല്ലർ അവന്റെ കൈ കൊണ്ട് തടുത്തു. ആ ഇടി തടുക്കുമ്പോൾ മാർക്ക് ഒന്നിന്റെ സ്റ്റെപ്പ് പുറകോട്ട് മാറുകയും ചെയ്തു. മാർക്കിനെ ഇടിച്ചിട്ട് വളരെ കൂളായിട്ട് ലാൻഡ് ചെയ്ത സാഹോ മാസ്റ്റർ മാർക്കിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഏയ് മാർക്ക് ഫെല്ലർ, കൊള്ളാം, ഞാൻ ഇംപ്രസ്ഡ് ആയിരിക്കുകയാണ്. നിന്നെപ്പോലൊരാള് വളർന്നു വന്നാൽ എനിക്ക് ദോഷമാണ്. അക്കാര്യം എനിക്കിപ്പോ ബോധ്യമുണ്ട്. മാർക്ക് ഫെല്ലറെ പോലെ ഒരാൾ വളർന്നു വരുന്നത് അത്ര നല്ല പരിപാടിയല്ല എന്ന് മാർഷൽ ആർട്സിൽ അഗ്രഗണ്യനായ അയാൾക്ക് എളുപ്പം മനസ്സിലായി എന്നുള്ളതാണ് സത്യം. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിക്കാൻ പോവുകയാണ്. ആദ്യത്തെ 2 ഇടിയും അയാൾ ഒരു വാമപ്പായിട്ടാണ് കണ്ടിരിക്കുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ 2 കൈയും ഒന്ന് ഉയർത്തി ഒന്ന് ബോഡി ഒന്ന് അനക്കുമ്പോൾ ശരിക്കും അയാൾക്ക് ചുറ്റും ഒരു പവർ ഉണ്ടാകുന്നത് നേരെ എതിര് നിൽക്കുന്ന മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പിരിച്വൽ എനർജി ആ സാഹോ മാസ്റ്ററുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പതുക്കെ ഇങ്ങനെ വരികയാണ്. ആ സ്പിരിച്വൽ എനർജി അയാളുടെ പുറത്തുനിന്ന് ഇങ്ങനെ വരുമ്പോൾ അത് ചുറ്റും ഒരു ബലം പ്രയോഗിക്കുകയാണ്. മാർക്കിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അയാൾ സ്പിരിച്വൽ എനർജി അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ആ തെരുവിന്റെ ഇരുഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്കും ആ സ്പിരിച്വൽ എനർജിയുടെ പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. ആ പ്രഷർ സാധാരണക്കാരിലേക്ക് വരുമ്പോൾ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ അറിയാതെ ചുമച്ചു പോവുകയാണ്. ചുമയ്ക്കുന്നതോടൊപ്പം തന്നെ അവരൊക്കെ ഓടി മാറുകയാണ്. പെട്ടെന്നാണ് ആ തെരുവിന്റെ വശങ്ങളിലേക്ക് ആളുകൾ ഓടി മാറുന്നത്. ശരിക്കും ഒരു പ്രഷർ മാർക്ക് ഫെല്ലറുടെ മുകളിൽ സാക്ഷാൽ സാഹോ മാസ്റ്റർ കൊടുക്കുകയാണ്. 2 വൻ മലകൾ ശരീരത്തിന്റെ മുകളിലേക്ക് എടുത്തു വെക്കുന്ന അതേ വെയിറ്റ് മാർക്ക് ഫെല്ലറുടെ മുകളിലേക്ക് സാഹോ മാസ്റ്റർ കൊണ്ടുവന്നു. ആ സമയത്ത് മാസ്റ്റർ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. ശരിക്കും വൻതോതിൽ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് മാർക്കിന്റെ മുകളിലേക്ക് പ്രഷർ ചൊലുത്തിയതിനു ശേഷം മുകളിലേക്ക് ചാടിയുയർന്ന സാഹോ മാസ്റ്റർ മുകളിൽ നിന്ന് താഴേക്ക് ഏതാണ്ട് ഒരു ഡൈവ് ചെയ്യും പോലെ കുതിച്ചു വന്ന് 2 കൈ കൊണ്ട് ആഞ്ഞിടിക്കുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ 2 കൈ കൊണ്ടാണ് അതിനെ പ്രതിരോധിച്ചത്. മുകളിൽ നിന്ന് താഴേക്ക് കുനിഞ്ഞു വന്നുള്ള സാഹോ മാസ്റ്റർ ആ ഇടി ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിലും കാതടപ്പിക്കുന്ന ശബ്ദത്തിലാണ് ഉണ്ടായത്. അതിഭീകരമായ ശൈലിയിൽ ആ മേഖല ആകെ പൊട്ടിത്തകർന്നു. താഴോട്ടുള്ള അയാളുടെ ആ ഇടിയുടെ വേഗതയിൽ ചുറ്റുമുണ്ടായിരുന്ന സകലതും പൊട്ടിച്ചിതറുകയായിരുന്നു. ചെടിച്ചട്ടികളും ചെടികളും മണ്ണും മണലും എല്ലാം കൂടി ആകാശത്തേക്ക് അങ്ങ് പറക്കുമ്പോൾ അല്പം ദൂരെ മാറി ഈ കാഴ്ച കാണുന്ന ആളുകൾക്ക് ഒന്നും കാണാൻ പറ്റാത്ത സാഹചര്യമാണ്. പൊടിപടലങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. 1 മിനിറ്റിലധികം സമയമെടുത്തു ആ പൊടിപടലങ്ങൾ ഒന്ന് താഴേക്ക് അടിയുവാൻ. ആ പൊടിയൊക്കെ ഒന്ന് അടിഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ നിന്ന ഭാഗത്ത് ഒരു കുഴി ഉണ്ടായിരിക്കുകയാണ്. ആ കുഴിക്കകത്തുനിന്ന് പുറത്തേക്ക് മാർക്ക് ചാടുന്നതാണ് ആളുകൾ കാണുന്നത്. ശരിക്കും ഒറ്റ ഇടിക്ക് ഒരാളെ ഇടിച്ച് ഭൂമിക്കുള്ളിലേക്ക് താഴ്ത്താനുള്ള സാഹോ മാസ്റ്ററുടെ ആ കപ്പാസിറ്റി വളരെ അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. മാർക്ക് കരയിലേക്ക് ചാടുമ്പോൾ
മാസ്റ്റർ സാഹോയുടെ മുഖത്ത് വല്ലാത്തൊരു അമ്പരപ്പ്. അയാളുടെ ശക്തി ശരിക്കും നന്നായിട്ട് ഈ പ്രാവശ്യം ഉപയോഗിച്ചിരുന്നു. ആദ്യത്തെ 2 പഞ്ചും ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നെങ്കിൽ മൂന്നാമത്തത് അയാളുടെ ഒരു സിഗ്നേച്ചർ പഞ്ചായിരുന്നു. ആകാശത്തു നിന്ന് റോക്കറ്റ് താഴോട്ട് വരും പോലെ കുതിച്ചു വരുന്ന അയാളുടെ ആ ടെക്നിക്ക് സമാനതകളില്ലാത്ത ഒരു ടെക്നിക്കാണ്. കുഴിയുടെ മുകളിലേക്ക് ചാടി കയറിയ മാർക്ക് അവന്റെ ശരീരത്തിലെ മണ്ണൊക്കെ തട്ടിക്കളയുകയാണ്. ഏയ് മാർക്ക് ഫെല്ലർ, കൊള്ളാം, നിന്റെ ബോഡി ശക്തമാണല്ലോ. മാർക്കിന്റെ ബോഡിയിലേക്ക് നോക്കിയിട്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. മാർക്കിനോട് സാഹോ മാസ്റ്റർ അങ്ങനെ പറഞ്ഞതും മാർക്ക് മുന്നോട്ട് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. ഇതുവരെ മാസ്റ്ററാണ് ആക്രമിച്ചത്. ഇത് ആദ്യമായി മാർക്ക് ഫെല്ലർ ആക്രമിക്കുകയാണ്. പെട്ടെന്ന് മാർക്ക് ആ കുഴിയുടെ മുകളിലേക്ക് പറന്ന് മറുഭാഗത്ത് വന്ന് ഒരൊറ്റ ഇടി. ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു ആ ഇടി. ആ ഇടിയേറ്റ് സാഹോ മാസ്റ്റർ ഒന്ന് പുറകോട്ട് മാറുമ്പോഴേക്കും മാർക്ക് പറ ഇടി തുടങ്ങി. ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. 1 മിനിറ്റിനുള്ളിൽ മാർക്ക് ഏകദേശം 1 ഡസൻ തവണയെങ്കിലും സാഹോ മാസ്റ്റർ പുറത്തേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ടാവും. ആ പെട്ടെന്നുള്ള ആക്രമണവും അതിവേഗതയിലുള്ള ആ പഞ്ചുകളും മാസ്റ്ററെ ഒരു നിമിഷം പ്രതിരോധത്തിലാക്കിയെങ്കിലും അയാൾ പെട്ടെന്ന് ഒന്ന് അലറി. ശരിക്കും കൈയെടുത്തുള്ള ആ അലർച്ച മാർക്കിനെ പുറകോട്ട് തള്ളുകയായിരുന്നു. മാർക്ക് സാഹോ മാസ്റ്റർ പുറത്തേക്ക് പറവറ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾ കൈയെടുത്ത് അലറുന്നതും ഒരു ശബ്ദം ഉണ്ടാക്കുന്നതും. ആ ശബ്ദം അയാളുടെ ചുറ്റും ഒരു എനർജി ഉണ്ടാക്കുകയാണ്. ഒന്ന് കിതച്ചിട്ട് മാസ്റ്റർ പറഞ്ഞു, ഏയ് നീ എന്നെ ഇടിക്കാറായ. മാസ്റ്റർ എന്ന നിലയിൽ അവിടെ ആ ചിൽറ്റൗണിൽ ഒരു വല്ലാത്ത അംഗീകാരം നേടിയിരിക്കുന്ന കക്ഷിയാണ് ഈ മാസ്റ്റർ സാഹോ. അയാളെ ജനം മുഴുവൻ നോക്കി നിൽക്കി 1 ഡസൻ തവണയെങ്കിലും മാർക്ക് ഇടിച്ചു കാണും. സാഹോ മാസ്റ്റർ മാർക്കിനെ നോക്കിയിട്ട് കൈയൊക്കെ ഒന്ന് കുടച്ചിട്ട് പൊടിയൊക്കെ ഒന്ന് തട്ടി അയാൾ വീണ്ടും റെഡിയാവുകയാണ്. ശരിക്കും അയാൾ റെഡിയാകുമ്പോൾ അയാൾ എന്തോ മന്ത്രം പറയുകയാണ്. ആ മന്ത്രം പറയുന്നതിനനുസരിച്ച് അയാൾ ഒന്ന് ശക്തി ആർജിക്കുന്ന പോലെ ഒരു തോന്നൽ മാർക്കിനുണ്ടായി. ഇന്റേണൽ എനർജി പാസ്റ്റ് മാസ്റ്ററായ ആ സാഹോ മാസ്റ്റർ ശരിക്കും അയാളുടെ ശക്തി പൂർണ്ണമായും എടുത്ത് ഉപയോഗിച്ചാൽ മാർക്കിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മാർക്ക് ഇന്റേണൽ എനർജിയിലെ ഒരു ഹാൻഡ്സ് മാസ്റ്റർ ലെവലിലേ എത്തിയിട്ടുള്ളൂ. ആ കാര്യം മാർക്കിനറിയാം. മാർക്ക് പ്രതീക്ഷിച്ചതുപോലെ അത് തന്നെ സംഭവിക്കുകയാണ്. പാസ്റ്റ് മാസ്റ്ററായ മാസ്റ്റർ സാഹോ അയാളുടെ ശരീരത്തിലെ ഇന്റേണൽ എനർജി ശരിക്കും കയ്യിലേക്ക് കൊണ്ടുവരികയാണ്. അയാൾ ആ ഇന്റേണൽ എനർജി കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഇന്റേണൽ എനർജിയുടെ സഹായത്തോടു കൂടി മാർക്കിനെ പഞ്ച് ചെയ്യാനായി മുന്നോട്ട് കുതിച്ചതും മാർക്കും എന്തോ പറഞ്ഞു. സെയിം ബോഡി ടെക്നിക് ആക്ടിവേഷൻ എന്നാണ് മാർക്ക് പറഞ്ഞത്. മാർക്ക് അങ്ങനെ പറയുമ്പോഴേക്കും ചെറിയ ചില മാറ്റങ്ങൾ മാർക്കിന് ചുറ്റും ഉണ്ടായിട്ടുണ്ട്. മാർക്കിനടുത്തേക്ക് കുതിച്ചെത്തിയ സാഹോ മാസ്റ്റർ മാർക്കിനെ ആഞ്ഞിടിക്കുമ്പോൾ മാർക്കിന്റെ ശരീരത്തിന് ചുറ്റുമായി ഒരു ചെറിയ അളവിൽ ഒരു സുവർണ പ്രകാശമുണ്ടായി. നേരത്തെ ഒരു ദിവസം വാട്ടർ കേവ് ഗുഹയ്ക്കകത്ത് വെച്ച് സ്പിരിച്വൽ എനർജി റിഫൈനിങ് സ്റ്റേജിൽ നിന്ന് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിലേക്ക് രാത്രി ഏകദേശം 1:30 മണിയോടുകൂടി മാർക്ക് കടക്കുമ്പോൾ മാർക്കിന്റെ പുറത്തായി ഉണ്ടായ അതേ സുവർണ പ്രകാശം ഇതാ ഇപ്പോ മാർക്കിന്റെ പുറത്ത് വീണ്ടും ഉണ്ടാവുകയാണ്. ആ സുവർണ പ്രകാശം മാർക്കിന്റെ പുറത്തുണ്ടായതും മാസ്റ്റർ സാഹോ ഇടിച്ചതും ഒരേ നിമിഷത്തിലാണ്. സാഹോ ആണ് സർവശക്തിമെടുത്താണ് മാർക്ക് ഫെല്ലറെ ഇടിച്ചത്. ആ ഇടി മാർക്കിന്റെ പുറത്ത് പതിക്കുന്ന അതേ നിമിഷത്തിൽ സാഹോ മാസ്റ്റർ 1 സ്റ്റെപ്പ് പുറകോട്ട് മാറിപ്പോവുകയാണ്. മാർക്ക് ഫെല്ലർ ആണെങ്കിൽ ഏകദേശം ഒരു 6-7 സ്റ്റെപ്പ് ആ ഇടിയുടെ ആഘാതത്തിൽ പുറകോട്ട് മാറി. അതിശക്തമായ പഞ്ചാണ് മാർക്ക് ഫെല്ലർ കിട്ടിയെന്ന് അർത്ഥം. ശരിക്കും മാർക്ക് പുറകോട്ട് മാറുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറിയ മാസ്റ്റർ സാഹോ അമ്പരപ്പോടെയാണ് മാർക്ക് ഫെല്ലർ നോക്കിയത്. ശരിക്കും അയാൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ആ ഗോൾഡൻ കളറെന്ന്. എന്നാൽ ഇതേ സമയത്ത് അവിടെ എത്തിയ ചില ആളുകൾ അമ്പരപ്പോടെ ആ കാഴ്ച കാണുകയാണ്. മാർക്ക് ഫെല്ലറുടെ ശരീരത്തിന് ചുറ്റും ഒരു ചെറിയ ഗോൾഡൻ കളർ. അതേ സമയത്ത് സാഹോ മാസ്റ്ററുടെ ദേഹത്തും ഒരു പ്രകാശമുണ്ട്, ഒരു വെള്ളപ്രകാശം. ആ കാഴ്ച കണ്ട ചില കാണികൾ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഹേയ് സിനിമ ഷൂട്ടാണെന്ന് തോന്നുന്നു, സ്പെഷ്യൽ ഇഫക്റ്റ് ഒക്കെ ഇട്ട് എന്തോ കളിക്കുകയാണ്. അത് കേട്ട അയാളുടെ സുഹൃത്ത് അയാൾ പറയുകയും ചെയ്തു, അതെ അതെ ശരിക്കും അടിപൊളി സ്റ്റണ്ട് അല്ലേ, ഈ സിനിമ എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്, ആരാ ഷൂട്ട് ചെയ്യുന്നത്, ക്യാമറയൊന്നും കാണുന്നില്ലല്ലോ, ഇടാ മണ്ട, ഇപ്പോൾ ക്യാമറ ഒളിച്ചു വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ
അത് കേട്ടുകൊണ്ടുവന്ന മറ്റൊരാൾ അയാളോട് പറഞ്ഞു, ഇടാ അത് സാഹോ മാസ്റ്ററാണ് യഥാർത്ഥ സ്റ്റണ്ട നടക്കുന്നത്. ഒരാൾക്ക് അയാളുടെ ശരീരത്തിനകത്തുനിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് പ്രകാശം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അറിയാവുന്ന ആളുകളും അറിഞ്ഞുകൂടാത്ത ആളുകളും ആ മാർക്കറ്റിനകത്ത് ഉണ്ടെന്ന് സാരം. എന്തായാലും ആളുകൾ പല ശൈലിയിൽ സംസാരിക്കുമ്പോൾ സാഹോ മാസ്റ്ററോടായി മാർക്ക് ഫെല്ലർ പറഞ്ഞു, ഇത് സെയിന്റ് ബോഡി ടെക്നിക്. സെയിന്റ് ബോഡി ടെക്നിക് സന്യാസികളെ പോലെ ഒരു ബോഡി ഉണ്ടാക്കുന്ന ടെക്നിക്കാണ്. മാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ്റെ അച്ഛൻ്റെ കൾട്ടിവേഷൻ ടെക്നിക്കുകളിലൂടെ കടന്നുപോയപ്പോൾ അവൻ കണ്ടെത്തിയ പരിപാടിയാണ് ഈ സെയിന്റ് ബോഡി ടെക്നിക്. അതിന് പല ലെവലുണ്ട്. അതിലെ ലെവൽ നമ്പർ 1 ആണ് മാർക്ക് പഠിച്ചെടുത്തത്. അതാണ് മാർക്ക് ഇപ്പോൾ ഉപയോഗിച്ചത്. ആ സെയിന്റ് ബോഡി ടെക്നിക്കിന്റെ സഹായം ഉണ്ടായിരുന്നില്ലെങ്കിൽ മാർക്കിന് ഈ പ്രാവശ്യം ആ സാഹോ മാസ്റ്ററുടെ ഇടി തടുക്കാൻ പറ്റുമായിരുന്നില്ല. മാർക്ക് പറഞ്ഞത് കേട്ടതും സാഹോ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, സെയിന്റ് ബോഡി ടെക്നിക്കോ? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതിനും മാർക്കിന് മറുപടിയുണ്ട്. ഇത് കൾട്ടിവേഷൻ ടെക്നിക്കാണ്. കൾട്ടിവേഷനോ? മാർക്ക് ഉപയോഗിക്കുന്ന കൾട്ടിവേഷൻ ടെക്നിക് മാർക്കിന് മാത്രം പരിചിതമായ ടെക്നിക്കാണ്. സാധാരണഗതിയിലെ മാർഷൽ ആർട്ടിസ്റ്റുകൾ ആരും തന്നെ കൾട്ടിവേഷൻ ടെക്നിക്കല്ല ഉപയോഗിക്കുന്നത്. അവരുപയോഗിക്കുന്നത് സാധാരണ മാർഷൽ ആർട്ടിസ്റ്റുകൾ പ്രാക്ടീസിന് ഉപയോഗിക്കുന്ന ഒരു പരിശീലന പരിപാടിയാണ്. ആ പരിശീലന പരിപാടിയിലൂടെ ഘട്ടം ഘട്ടമായിട്ടാണ് പാസ് മാസ്റ്ററായി അയാൾ എത്തിയത്. അതുകൊണ്ട് തന്നെ മാർക്ക് പറയുന്നത് അയാൾക്കങ്ങോട്ട് വിശ്വാസമായില്ല. അയാൾ മാർക്കിനോട് പറഞ്ഞു, ഹേ, നിന്റെ ഈ മാജിക് ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. ഒരു ഹാൻഡ്സ് മാസ്റ്റർ മാത്രമായ മാർക്കിന് എന്തായാലും ശരീരത്തിലെ ഊർജം ആ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം ഈ മാസ്റ്റർക്കുണ്ട്. അയാൾ അങ്ങനെ പറഞ്ഞതും മാർക്കിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഗോൾഡൻ പ്രകാശം പതുക്കെ മങ്ങി തുടങ്ങി. അത് കണ്ടതും മാസ്റ്റർ ഒന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ തട്ടിപ്പ് അധിക സമയം നീണ്ടു നിൽക്കില്ലെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് മാസ്റ്റർ വീണ്ടും മാർക്കിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അയാളുടെ കയ്യിലേക്ക് അയാളുടെ ഇന്റർണൽ എനർജി മുഴുവൻ കൊണ്ടുവരുമ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലറുടെ ശരീരത്തിന് ചുറ്റുമുണ്ടായിരുന്ന ആ ഗോൾഡൻ കളർ പതുക്കെ പതുക്കെ പൂർണ്ണമായും ആ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതും അതിനുശേഷം ആ അതേ ഗോൾഡൻ കളർ മാർക്കിന്റെ വലത് കൈയിലേക്ക് വരുന്നതാണ് അയാൾ കണ്ടത്. മാർക്കിന്റെ വലത് കൈയിലെ കൈപ്പത്തിയിലേക്ക് ആ എൻറ്റയർ ഗോൾഡൻ കളറും വരുമ്പോൾ മാർക്കിന്റെ ആ ചുരുട്ടി പിടിച്ച മുഷ്ടി ഗോൾഡൻ പ്രകാശത്തിൽ വലത് തിളങ്ങുകയാണ്. മാർക്കിന്റെ വലത് കൈമുഷ്ടി പൂർണ്ണമായും സുവർണ പ്രകാശത്തിൽ തിളങ്ങുന്നുണ്ടപ്പോൾ സാഹോ മാസ്റ്റർക്ക് ഒരു വല്ലാത്ത അന്താളിപ്പുണ്ടായി. അയാളൊരു പാസ് മാസ്റ്ററാണ്. അയാളേക്കാൾ ഒരുപാട് ലെവലുകൾ താഴെ നിൽക്കുന്ന ഹാൻഡ്സ് മാസ്റ്ററായ മാർക്ക് ഫെല്ലർ എന്തോ മറച്ചു വെക്കുകയാണ്. അങ്ങനെ ഒരു തോന്നലാണ് ഇപ്പോൾ അയാൾക്കുള്ളത്. സത്യത്തിൽ ഇവൻ ഹാൻഡ്സ് മാസ്റ്റർ അല്ലേ? ഇവൻ ഇനി അവന്റെ ശക്തി ഒളിച്ചു പിടിപ്പിക്കുന്നതാണോ? അങ്ങനെ തോന്നൽ ആ സാഹോ മാസ്റ്റർക്ക് ഉണ്ടാകുമ്പോഴേക്കും മാർക്ക് കുതിച്ചു കഴിഞ്ഞു. മുന്നോട്ട് കുതിച്ച മാർക്ക് കൃത്യം 3ാമത്തെ സ്റ്റെപ്പിൽ ആ മാസ്റ്റർ മുന്നിലെത്തി. 3ാമത്തെ സ്റ്റെപ്പിൽ ആ മാസ്റ്റർ മുന്നിലെത്തിയ മാർക്ക് അവിടെ എത്തിയതും ആകാശത്തെ കുതിച്ചു എന്നതും ചാടിയുയർന്ന് ഇടിച്ചു നോക്കി പെട്ടെന്നാണ്. കണ്ണഞ്ചിക്കുന്ന വേഗതയിലുള്ള മാർക്കിന്റെ ആ ഇടി തന്റെ അടുത്തേക്ക് വരുമ്പോൾ മാസ്റ്റർ അയാളുടെ പ്രൊട്ടക്ഷൻ കവർ പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്തു. പാസ് മാസ്റ്ററെ അയാൾക്ക് ചുറ്റും ഒരു എനർജി പ്രൊട്ടക്ഷൻ കവർ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ കവർ അയാൾ ഉണ്ടാക്കി തീരുന്നതിന് മുമ്പ് മാർക്കിന്റെ ഇടി അയാളുടെ പുറത്ത് പതിഞ്ഞു. ശക്തമായ പാറ പൊട്ടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആ ഇടി മാസ്റ്ററുടെ പുറത്തേക്ക് പതിഞ്ഞതും മാസ്റ്റർ ദൂരേക്ക് തെറിച്ചതും ഒരേ നിമിഷത്തിലാണ്. ദൂരേക്ക് തെറിച്ചു വീണ മാസ്റ്ററുടെ വായിൽ നിന്ന് ചോര ഒലിച്ചു തുടങ്ങി. താഴെ വീട് കിടക്കുന്ന മാസ്റ്റർ അമ്പരപ്പോടെ മാർക്കിനെ തന്നെ നോക്കുകയാണ്. ശരിക്കും മാർക്കിന് ഇപ്പോൾ ഒരു അമ്പരപ്പുണ്ട്. മാർക്ക് അവന്റെ ശരീരത്തിലെ മുഴുവൻ എനർജിയും അവന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ടാണ് മാസ്റ്ററെ ആഞ്ഞിടിച്ചത്. ആ ഇടി സാധാരണഗതിയിൽ ഒരാളുടെ പുറത്ത് ഏൽക്കുമ്പോൾ അയാൾ കൊല്ലപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ ആ സാഹോ മാസ്റ്റർ കൊല്ലപ്പെട്ടിട്ടില്ല. അയാളുടെ വായിക്കൂടി ചോര ഒലിക്കുന്നുണ്ടെങ്കിലും അയാൾ ഒരു പരുവത്തിൽ എണീക്കുകയാണ്. ആ മാസ്റ്റർ നോക്കി മാർക്ക് പറഞ്ഞു, നോക്ക്, നിങ്ങളെ ഞാൻ ഇപ്പൊ കൊല്ലാതെ വിട്ടതാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഒരു കാല് മുന്നോട്ട് വെച്ചു. മാർക്ക് ഒരു കാല് മുന്നോട്ട് വെച്ചപ്പോൾ ശരിക്കും ഒരു ഭയം മാസ്റ്റർക്കുണ്ടായി. മാസ്റ്ററുടെ കണ്ണുകളിൽ ആ ഭയം വായിച്ചെടുത്ത് മാർക്ക് അയാളോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ വെറുതെ വിടാം, അതിന് എനിക്ക് എന്ത് തരും? പെട്ടെന്നുള്ള മാർക്കിന്റെ ആ ചോദ്യം കേട്ടതും സാഹോ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു അമൂല്യ സസ്യമുണ്ട്, ഞാൻ അത് നിങ്ങൾക്ക് തരാം. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് അത് എത്തിക്കണം. അങ്ങനെ മാർക്ക് പറഞ്ഞതും
മാസ്റ്റർ സാഹോ അതിവേഗം അവിടെ നിന്ന് തിരിഞ്ഞ് പെട്ടെന്ന് ആൾക്കൂടുതലിലൂടെ അപ്രത്യക്ഷനായി. ശരിക്കും അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ഒരു സന്തോഷമാണ്. അതേ സമയത്ത് ആ മാർക്കറ്റിൽ നിന്ന് പുറത്തു കിടന്ന മാർക്ക് ഫെല്ലർ ഒരു ടാക്സി പിടിച്ച് ടാക്സിക്കകത്തേക്ക് കയറി. ടാക്സിയുടെ പുറകു സീറ്റിലേക്ക് കയറിയ മാർക്ക് ആ ഡ്രൈവറോട് ഹോട്ടലിന്റെ പേരും പറഞ്ഞു. ഡ്രൈവർ ആ കാറ് ഹോട്ടലിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുറകിൽ ചാരിക്കിടക്കായിരുന്ന മാർക്ക് ഏതാണ്ട് ബോധം കെട്ട് സീറ്റിലേക്ക് വീണു എന്ന് പറയാം. ആ മാസ്റ്റർ അവിടെ നിന്ന് പിന്മാറാതെ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ മാർക്ക് ഫെല്ലർ അവിടെ അവസാനിച്ചന്. ശരിക്കും അടിക്കേണ്ട സമയത്ത് അടിക്കണമെന്ന് പറയുന്ന പോലെ മാർക്ക് അവന് മുഴുവൻ ശക്തിയും ആ വലത് കൈയിലേക്ക് കൊണ്ടുവന്നിട്ട് മാസ്റ്ററെ ആഞ്ഞിടിച്ചതിന് ശേഷം വാഗൊണ്ട് ഒരു ഫൈറ്റാണ് നടത്തിയത്. ശരിക്കും ഒരു ഭീഷണി മാർക്ക് ഫെല്ലർ മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ ആ മാസ്റ്റർ വീണുപോയതാണ്. കഥയുടെ ഈ ഭാഗം ഞാനവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.